ഓ ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചിന്താൻമങ്ങും മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയുടെ പുരുരോമാളിയാളും ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുങ്കഭക്യ ചിന്തിച്ചുള്ളത്തിലേന്തി നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാർഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പൊൻ തിരുനാൾ ചതയം. ഗുരുഭക്തരായ നാം ഓരോരുത്തരും എല്ലാ മാസവും വളരെ ഭക്തിയോടുകൂടി ആചരിക്കുന്ന ഒരു പൊൻദിനം. ശതഭിഷകായി ശതഭിഷക് ലോപിച്ചാണ് ചതയം എന്ന നക്ഷത്രം. ശതം 100, ഭിഷക് ഭിക്ഷുങ്കരൻ വൈദ്യൻ, അതായത് 100 വൈദ്യന്മാർക്ക് സമാനമായ സംസാരതാപത്തെ ശമിപ്പിക്കുന്ന നമ്മുടെ എല്ലാ രോഗദുരിത ദുഃഖങ്ങൾക്കും ശമനം നൽകുവാൻ തക്ക ശക്തി ആർജിച്ചവനായി ബ്രഹ്മചൈതന്യമായി ഇവിടെ തിരു അവതാരമെടുത്ത ഭഗവാന്റെ പൊൻ ചതയ ദിനത്തിൽ ഇവിടെ എത്തിക്കൂടിയ എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്തേ. മറിയപ്പള്ളി ശാഖയിൽ ഞാൻ ആദ്യമേ അല്ല വരുന്നത്. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിടുത്തെ ജ്ഞാനമന്ത്രങ്ങളെ പഠിപ്പിക്കുന്നതിനായി 1-2 ക്ലാസ്സുകൾ എടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെയൊരു പ്രഭാഷണം നടത്തുവാൻ അവസരം തന്ന ശാഖയുടെ ഏറെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭാരവാഹികൾക്കും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ഭാരവാഹികൾക്കുമെല്ലാം എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് കിടക്കാം. നിങ്ങളിലുള്ള പോസിറ്റീവ് ആയിരിക്കും എനിക്കും പോസിറ്റീവായി തീരുന്നത്. നിങ്ങളിലുള്ള ആ ചൈതന്യമാണ് എന്നിലേക്കും പ്രവഹിച്ച് ഭഗവാന്റെ ആ ബ്രഹ്മചൈതന്യത്തെ നിങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് കഴിയുകയുള്ളൂ. അതായത് വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളിലെ അജ്ഞാനം എല്ലാം അകന്ന് നമ്മളിലേക്ക് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒഴുക്കുണ്ടാവണം. അതുണ്ടായെങ്കിൽ മാത്രമേ ഇന്ന് ധന്യമായ ഒരു ദിവസമായി നമുക്ക് മാറുകയുള്ളൂ. അതിന് പ്രാർത്ഥനാ നിരതരായി തന്നെ ഇവിടെ ഈ സമയം നമ്മൾ കഴിഞ്ഞുകൂടേണ്ടതാണ്. ഇവിടെ ഈ ലോകത്തിൽ നാം ചിന്തിക്കുമ്പോൾ അനേക ഗുരുക്കന്മാർ തിരു അവതാരം ചെയ്ത് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നാം എന്തിനും വേദാന്തത്തെയാണ് ആശ്രയിക്കുന്നത്. വേദാന്ത ശാസ്ത്രം ഉദ്ഘോഷിക്കുന്ന എല്ലാ ലക്ഷണങ്ങളുമൊത്ത ഒരു ഗുരുവര്യൻ ആരെന്ന് നാം തിരഞ്ഞാൽ അങ്ങനൊരു ഗുരുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ മാത്രമാണ്. വേദാന്തം ഉദ്ഘോഷിക്കുന്ന ഗുരുവിന്റെ നിർവചനം: ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സരോ മന്ത്രജ്ഞോ മന്ത്രഭക്തച്ച സദാ മന്ത്രാശ്രയ ശുചി ഗുരുഭക്തി സമായുക്ത പുരാണജ്ഞോ വിശേഷവിത്ത് ഏവം ലക്ഷണ സമ്പന്നോ ഗുരുരിക്തഭിധീയതേ എന്നാണ് വേദാന്ത ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് ഗുരുവിനുള്ള നിർവചനം. ഇവിടെ പല ഗുരുക്കന്മാർ തിരു അവതാരം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും ഇവരെ എല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം ഭിന്നമായി
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനിൽ മാത്രമേ ഈ 10 ലക്ഷണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ തന്നെ വിശ്വഗുരുവായി ഭഗവാന് മാറുവാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. വിശ്വഗുരുവാണ് സ്വാമി തൃപാദങ്ങൾ. വിശ്വത്തിന്റെ ദീപമായി അവിടുത്തെ ദിവ്യ ചൈതന്യം ഇന്നും ഇവിടെ പരിലസിക്കുന്നു. വേദാന്തം ഉദ്ഘോഷിക്കുന്ന ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളെ സ്വജീവിതത്തിൽ വർത്തിക്കുകയും അവയെ സ്ഥാപിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് അത് സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണോ അവർ ആചാര്യനാണ്. ഗുരുവിന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടവും നമുക്ക് കാണുവാൻ സാധിക്കും. നാം കുറെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പൂർവികരായ ആളുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളും, കെട്ടുകല്യാണം, പുളികുടി, തിരണ്ടുകുളി തുടങ്ങിയ ദുരാചാരങ്ങളെ എല്ലാം അവിടുന്ന് തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ സദസ്സിൽ അവിടുന്ന് എഴുന്നള്ളി തന്നെ ഇതിനെയെല്ലാം, ഈ ആചാരങ്ങളെ എല്ലാം അവിടുന്ന് നിഷ്കാസനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വേദസമ്പന്നനാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവിടുത്തോടൊപ്പം സഞ്ചരിച്ച അവിടുത്തെ ശിഷ്യനായിരുന്ന കുമാരമഹാകവിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കുമാരമഹാകവി ഗുരുസ്തവത്തിൽ പറയുന്നുണ്ട്, വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങ് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന്, അല്ലെ? കുമാരമഹാകവിക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദീർഘായുസൊന്നും ലഭിച്ചില്ല എങ്കിലും ഗുരുവിനോടൊത്ത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ഉള്ള സമയം കൊണ്ട് അവിടുത്തെ ആ മഹത്വത്തെ, അവിടുത്തെ ആ ബ്രഹ്മചൈതന്യത്തെ മനസ്സിലാക്കുവാൻ കുമാരമഹാകവിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് വേദാഗമസാരങ്ങൾ അറിഞ്ഞ് അങ്ങ് ഒരുവൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞത്. വേദാന്തം അറിവിന്റെ അവസാനമാണ്. ആഗമം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളാണ്. ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം, അല്ലെ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, ധരിക്കുക, ദാനം ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ വേദാന്തം ഉദ്ഘോഷിക്കുന്നത് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരു വാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം. അപ്പം ഇതിലെല്ലാം അടിത്തറ ഇട്ടുകൊണ്ട് ഇതിനെയെല്ലാം ഇത് പ്രത്യക്ഷത്തിൽ നടക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ കുമാരമഹാകവി ഗുരുസ്തവത്തിലൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ ഒരു ലക്ഷണവും ഗുരുസ്വാമിയിൽ ഉണ്ടായിരുന്നു. മന്ത്രജ്ഞനായിരുന്നു, മന്ത്രത്തിൽ ഭക്തിയുള്ളവനായിരുന്നു. മന്ത്രജ്ഞോ മന്ത്രഭക്തച്ച, മന്ത്രത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു, മന്ത്രത്തിൽ അറിവുണ്ടായിരുന്നു, മന്ത്രത്തോട് ഭക്തി ഉണ്ടായിരുന്നു. ആ മന്ത്രത്തെ മാത്രം ആശ്രയിച്ചാണ് അവിടുന്ന് തന്റെ ആ ദിവ്യ കളേബരം ഇവിടുന്ന് ഉപേക്ഷിക്കുന്നവരെയും ജീവിച്ചത്. ഇതിനെല്ലാം ഉദാഹരണമായി ഭഗവാന്റെ ദിവ്യമായ കൃതികള്, അവിടുത്തെ സദ്വചനങ്ങള്, അവിടുത്തെ ധർമ്മോപദേശങ്ങളെല്ലാം മന്ത്രത്തിൽ അധിഷ്ഠിതമായിരുന്നു. പിന്നെ ശുചി എന്നാൽ വൃത്തി. അവിടുത്തെ ജീവിതത്തിൽ, ഭഗവാന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ശുചിത്വത്തിന് ഗുരു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അതൊക്കെ ഉദാഹരണ സഹിതം പറയുമ്പോൾ സമയം നമ്മുടെ മുന്നിൽ നമുക്ക് തികയാതെ വരും. അതുപോലെ ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു ഗുരു. പിന്നെയോ ഗുരുഭക്തി സമായുക്ത, തന്റെ ഗുരുവിനും ഒരു ഗുരു ഉണ്ടായിരുന്നു. അത് സ്വാമി തൃപാദങ്ങൾ പതികം 4 തേവാര പതികങ്ങളിലെ പതികം 4 വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുരുമണിക്കോവേൻ കുല ദൈവമേ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിന്റെ ഗുരുവായി അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിരുന്നത് ആരെയാണ്? പരമശിവനെ തന്നെയാണ്. അത് ഗുരു ഷഡ്കത്തിലൂടെയും സ്വാമി തൃപാദങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശിവഭഗവാനാണ് തന്റെ കുലദൈവം എന്ന്. അതുപോലെ പുരാണജ്ഞോ വിശേഷവിത്ത്, എല്ലാ പുരാണങ്ങളിലും വിശേഷ വിത്തായി വർത്തിക്കുവാൻ സ്വാമി തൃപാദങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. തന്റെ ബാല്യകാലം വിദ്യാഭ്യാസ കാലത്ത് വാരണാപ്പള്ളിയില് പ്രായമുള്ള അമ്മമാരൊക്കെ ഗുരുവിന്റെ അടുത്ത് ചെന്നാണ് സമയം പോക്കിയിരുന്നത്. അവർക്ക് ആ ചെറു പ്രായത്തിൽ തന്നെ പുരാണത്തിലൊക്കെ അതീവ ജ്ഞാനം ഉണ്ടായിരുന്നു. രാമായണവും മറ്റ് ഗീതയൊക്കെ വായിച്ച് വളരെ വ്യക്തമായി ആ അമ്മമാരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഗുരുവായിരുന്നു, സ്വാമി തൃപാദങ്ങളായിരുന്നു. ഇങ്ങനെ വേദാന്തം ഉദ്ഘോഷിക്കുന്ന എല്ലാ ലക്ഷണങ്ങളുമൊത്ത ഒരു ഗുരുവര്യനായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ. അതുകൊണ്ട് ആ ഗുരുവിന്റെ വചനങ്ങളെയും അവിടുന്ന് നമുക്ക് തന്ന ഗുരുദേവ കൃതികളെയും അവിടുത്തെ ദർശനത്തെയും ഒക്കെ സ്വജീവിതത്തിൽ പകർത്തി
ഇത് സമൂഹത്തിൽ ആചരിച്ച് കാണിക്കുക എന്നുള്ളത് ഗുരുദേവ ഭക്തരായ നമ്മളുടെ എല്ലാം കടമയാണ്, കർത്തവ്യമാണ്. നാം അതിന് ഒന്നാമതായി തന്നെ നിൽക്കണം. ഗുരുവിന്റെ ദർശനത്തെയും അവിടുത്തെ ധർമ്മത്തെയൊക്കെ പ്രചരിപ്പിക്കുവാൻ നാം എല്ലാവരും ധർമ്മപ്രചാരകരായി തീരണം. എങ്കിലേ ഗുരുവിന്റെ മഹത്വം ലോകമെമ്പാടും പരക്കുകയുള്ളൂ. നമ്മളിലൊക്കെ അതിന് നല്ല വിമുഖതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഗുരുവിനെ പലരും ദൈവമാണോ, ഇന്ന് ന്യൂജൻ കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കും ഗുരു ദൈവമാണോ എന്ന്. വരും തലമുറ നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം ഇനിയും ചോദിക്കരുത്. അതിനായുള്ള ഒരു പ്രയത്നമായിരിക്കണം മുന്നോട്ടുള്ള നമ്മുടെ ഓരോ നിമിഷവും, നമ്മുടെ ജീവിതവും ഒക്കെ. സത്സംഗങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളൊക്കെ നമ്മൾ വീടുകളിൽ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാനാണ് പരമമായ ദൈവം, അതിനങ്ങാപ്പുറം ഒരു ദൈവമില്ല എന്ന് അവരെയൊക്കെ അടിവരയിട്ട് ഉറപ്പിച്ച് അവരിൽ ഗുരു ഒരു ലഹരിയായി പടരുവാൻ, കത്തിക്കയറുവാനുള്ള അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. ഇന്ന് ന്യൂജൻ വിഭാഗമൊക്കെ ലഹരിക്കടിമയാണ്. നാം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നു അല്ലെ. ഗുരു നിത്യ ചൈതന്യ യതി, ഗുരുവിന്റെ ശിഷ്യനായ നടരാജ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ ഉള്ളതാണ് യതി. ഒരു കീർത്തനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആനന്ദമാനന്ദമീ ലഹരി, സാനന്ദമാനന്ദമീ ലഹരി, മാനവ സൗഭാഗ്യ സദ്ഗുരുവിൻ ആനന്ദഗീതം ഞാൻ പാടിടട്ടെ. സദ്ഗുരുവിന്റെ ജീവിതം നിത്യാനന്ദമായിരുന്നു. ഭഗവാനും ആഗ്രഹിച്ചത് മാനവ ജീവിതം എന്നും പൊന്നോണമായി തീരണമെന്ന് മാത്രമായിരുന്നു. അതിനുവേണ്ടി അവിടുന്ന് ബഹുദൂരം സഞ്ചരിച്ചു. എങ്ങനെ? കർമ്മകാണ്ഡത്തിലൂടെയും ജ്ഞാനകാണ്ഡത്തിലൂടെയും ഭഗവാൻ അതിദൂരം സഞ്ചരിച്ചതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും. അവിടുത്തെ ആ കർമ്മകാണ്ഡത്തിന്റെ പരിണിത ഫലം, ജ്ഞാനകാണ്ഡത്തിലൂടെ അവിടുന്ന് നേടിത്തന്ന അറിവുകളുടെ പരിണിത ഫലമാണ് നാം ഇന്ന് സമൂഹത്തിൽ അല്ലെ ലോകം തന്നെ ആനന്ദലഹരിയിൽ ആറാടുന്നതിനുള്ള ഒരു കാരണം ഭഗവാന്റെ ഈ ഉപദേശങ്ങളും ധർമാധിഷ്ഠിത ജീവിതചര്യകളും ഒക്കെയാണെന്നുള്ള ഒരു അറിവിൽ നിന്നുകൊണ്ട് വേണം നാമും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലെ, ഇന്ന് ഈശ്വര ആരാധന നടത്തുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പൂർവികർക്ക് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കേരളത്തിനകത്തും പുറത്തും എല്ലാം നമ്മൾ ഓരോരുത്തരും പോകാത്ത ക്ഷേത്രങ്ങളില്ല. പക്ഷെ നമ്മുടെ പൂർവികരായ ആളുകൾക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സ്വാമി ത്രിപാദങ്ങളാണ് അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. ഇന്നേക്ക് 137 വർഷങ്ങൾക്ക് മുമ്പ് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നാളതുവരെ നിലനിന്നിരുന്ന ആ ദൈവാരാധനയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് സ്വാമി ത്രിപാദങ്ങൾ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ദൈവത്തിനും ഈ മനുഷ്യർക്കും ഇടയിൽ അന്ന് മറ സ്ഥാപിക്കപ്പെട്ടിരുന്നു. എന്തായിരുന്നു ആ മറ? ഈശ്വരനെ പ്രതിഷ്ഠിക്കാൻ അവകാശമുള്ള ഒരു വിഭാഗം ആളുകള്, അടുത്ത് നിന്ന് ആരാധിക്കാൻ അവകാശപ്പെട്ട ഒരു വിഭാഗം ആളുകള്, പിന്നെയോ ദൂരെ മാറി നിന്ന് ആരാധിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകള്. ഇങ്ങനെ 3 വിഭാഗങ്ങളായി തിരിക്കപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ സ്വാമി ത്രിപാദങ്ങൾ 1888 ശിവപ്രതിഷ്ഠയോടുകൂടി ഇതെല്ലാം അവിടെ തകിടം മറിച്ച് അനുഭവിയാതറിവില്ല എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് അല്ലെ. ഭഗവാൻ അനുഭവിച്ചറിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ സ്വാത്വികമായ ഈശ്വര ആരാധനയ്ക്കായി അനുഭവിക്കുന്ന യാതനാപൂർണമായ ആ അനുഭവത്തെ ഗുരു അനുഭവിച്ചറിഞ്ഞു. സ്വാമി ത്രിപാദങ്ങൾ തന്റെ അവധൂത വൃത്തി കഴിഞ്ഞതിന് ശേഷം തന്നിലെ ആ ബ്രഹ്മചൈതന്യത്തിന് പൂർണ്ണത വരുത്തണം. ആ പൂർണ്ണതയ്ക്കായി അവിടുന്ന് മരുത്വാമലയിലേക്ക് തപസ് അനുഷ്ഠിക്കുന്നതിനായി പോയി. ഏറെ വർഷകാലത്തെ, ഏതാണ്ട് 5 വർഷകാലം പിന്നിട്ട തപശ്ചര്യ ജീവിതത്തിന് ശേഷം അവിടുന്ന് മരുത്വാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. നാരായണനായി കയറിപ്പോയ ഭഗവാൻ ഇറങ്ങി വന്നത് നാരായണ ഗുരുവായാണ്. ഗുരു ഒരു പൂർണ്ണതയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദാന്തം ഉദ്ഘോഷിക്കുന്ന എല്ലാ പൂർണ്ണതകളും ഒത്തിറങ്ങിയ ഒരു ഗുരുവായി അവിടുന്ന് മരുത്വാമലയിലേക്ക് ഇറങ്ങി വന്നു. എവിടേക്ക്? അവിടുന്ന് വന്നത് അരുവിപ്പുറത്തേക്കാണ്. ശതഭിക്ഷകായി. എവിടെ രോഗമുണ്ടോ അവിടെയാണ് ഡോക്ടറുടെ സേവനം വേണ്ടത്. എവിടെയാണോ മനുഷ്യൻ പൈശാചികമായി
ജീവിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് ശതഭിഷക്കായി സ്വാമി തൃപാദങ്ങൾ ഇറങ്ങി വന്ന് അവിടെ ചികിത്സ ആരംഭിച്ചു. അരുവിപ്പുറത്ത് കൊടിതൂക്കിമലയിൽ ധ്യാനനിരതനായി ഇരുന്ന കാലത്ത് ഗുരുവിന് കൂട്ടായി ആദ്യം കിട്ടിയ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. കൊച്ചപ്പിപ്പിള്ള നായർ സമുദായത്തിൽപ്പെട്ട കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസ സ്വാമികളായി അവിടത്തോടൊപ്പം കൂടി. പിന്നീടാണ് ദീക്ഷയൊക്കെ നൽകിയത്. ആ അരുവിപ്പുറത്തെ ജീവിതത്തിലൂടെ അരുവിപ്പുറത്താണ് ഗുരു തന്റെ കർമ്മകാണ്ഡം അവിടെ ആരംഭിക്കുന്നത്. അരുവിപ്പുറത്ത് ഗുരുവിന് കൂട്ടായി ഉണ്ടായിരുന്നത് അവിടെ സമ്പന്നമായ ഒരു കുടുംബം ഉണ്ടായിരുന്നു, പുലിവാതുക്കൽ കുടുംബം. അവിടുത്തെ വേലായുധൻ വൈദ്യൻ ആയിരുന്നു ഗുരുവിനെ മുഖം കാണിക്കുന്നതിനായി അരുവിപ്പുറത്ത് എത്താറുണ്ടായിരുന്നു. അന്നൊരു ദിവസം പതിവ് പോലെ ഗുരുവിന് തോന്നി വേലായുധൻ വൈദ്യനെ വീട്ടിലേക്ക് പോയി കാണാമെന്ന്. വേലായുധൻ വൈദ്യനെ കാണുന്നതിനായി ഗുരു പുലിവാതുക്കൽ കുടുംബത്തിലേക്ക് നടന്നു. പകുതി വഴിയിൽ ചെല്ലുമ്പോൾ വൈദ്യർ മുന്നോട്ട് വരുന്നു. നെയ്യാറ്റിൻകരയിലുള്ള ആങ്കോട് ദേവി ക്ഷേത്രത്തിലെ ദീപാരാധന തൊഴാൻ പോകുകയാണെന്ന് വേലായുധൻ വൈദ്യർ ഗുരുവിനോട് പറഞ്ഞു. നാം കൂടെ വരട്ടെയോ എന്ന് ഗുരു അപ്പോൾ വൈദ്യരോട് ചോദിച്ചപ്പോൾ വൈദ്യർക്ക് വലിയ സന്തോഷമായി. മഹാഗുരുവിനോടൊപ്പം അല്പദൂരം സഞ്ചരിക്കാം, ഗുരുവിനോടല്പം കുശലമൊക്കെ പറയാം. സന്തോഷത്തോടുകൂടി രണ്ടുപേരും യാത്രയായി. പക്ഷേ ആ നടത്തം ആങ്കോട് ദേവി ക്ഷേത്രത്തിന് അകലെ വെച്ചിരിക്കുന്ന തീണ്ടാപ്പാട് കല്ലിൽ ചെന്നപ്പോൾ നിന്നു. വൈദ്യർ തന്റെ കൈവശമുണ്ടായിരുന്ന വഴിപാട് സാധനങ്ങൾ ആ കല്ലിൽ വെച്ചിട്ട് മാറി നിന്ന് തൊഴുതു. അപ്പോൾ അകത്ത് മണിനാദം കേൾക്കാം. ദീപാരാധനയാണ്, അകത്ത് കയറാൻ അനുവാദമില്ല. ദീപാരാധന പെരുവിരലിൽ കുത്തി നിന്നുകൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ വൈദ്യർ ദീപാരാധന മനസ്സിൽ കണ്ട് തൊഴുത് നിർവൃതി അടഞ്ഞു. വൈദ്യർ വെച്ച വഴിപാട് അകത്തു നിന്നും, ഞാൻ ശാന്തിനെ പറയുള്ളൂ, തിരുമേനിയും പോറ്റിയൊന്നും നമുക്കെല്ലാവരും തുല്യരാണ്. ശാന്തി വന്ന് വഴിപാട് തീർത്ഥം തളിച്ചെടുത്തു. താണജാതിയിൽപ്പെട്ടവൻ കൊണ്ട് വെച്ച പൈസയാണ്, അതിൽ തൊട്ടാൽ തീണ്ടലുണ്ടാകും. തീർത്ഥം തളിച്ച പൈസ എടുത്തു. വൈദ്യർക്ക് പ്രസാദം എറിഞ്ഞു കൊടുത്തു. വൈദ്യർ ഒരു കായിക അഭ്യാസിയെ പോലെ തന്റെ മുണ്ടുകൊണ്ട് പ്രസാദം പിടിച്ചെടുത്ത് നെറ്റിയിൽ തൊട്ടു. അവിടെയും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ യാത്ര ചെയ്തു. പക്ഷെ ആ മടക്കയാത്രയിൽ ഗുരു മൗനിയായിരുന്നു. ഏതാണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുന്ന സമയമായപ്പോൾ തൃപാദങ്ങൾ വൈദ്യരോട് ചോദിക്കുകയാണ്, വൈദ്യരെ, നമുക്കും ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കിക്കൂടെ? നമുക്ക് ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ? വൈദ്യർക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. വൈദ്യർ കറണ്ടടിച്ചതുപോലെ അങ്ങ് നിന്നുപോയി. എന്താണോ താൻ ഇതുവരെ കേൾക്കാൻ കൊതിച്ചിരുന്നത് അത് കേട്ട്, താൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം ഏറ്റു. വൈദ്യർ സമ്പന്നനാണ്. ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ അല്പം സാമ്പത്തികമൊക്കെ വേണം. വൈദ്യർക്ക് നല്ല സാമ്പത്തികമുണ്ട്, അത് കൊടുക്കാൻ ഒരു മനസ്സുമുണ്ട്. പക്ഷേ സ്വാത്വികമായ ആരാധനയ്ക്കായി ഒരു വിഗ്രഹ പ്രതിഷ്ഠ ഞങ്ങൾക്ക് ആര് നടത്തി തരും? ഈ ചിന്തയും പേറി നടന്നിരുന്ന വൈദ്യരുടെ മുന്നിലാ അന്ന് സന്ധ്യയ്ക്ക് ഗുരു ഈ കാര്യം പറയുന്നത്. വൈദ്യർ എല്ലാം ഏറ്റു. നാം ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൂർവികർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അന്നത്തെ ആ കാലഘട്ടത്തില് സന്ധ്യാസമയത്തൊക്കെ വീടുകളിൽ കുട്ടികൾ നാമം ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണോ മമ ദൈവതം. ഈ ജഗത്ത് ദൈവത്തിന് അധീനമാണ്. പക്ഷേ ആ ദൈവമോ മന്ത്രത്തിന് അധീനനാണ്. മന്ത്രമോ ബ്രാഹ്മണൻ അധീനനാണ്. അപ്പൊ മന്ത്രം, ദൈവം ആരാണ്? പ്രത്യക്ഷ ദൈവം ബ്രാഹ്മണനാണ്. അങ്ങനെ പാടി ആരാധിച്ചിരുന്ന ഒരു പൂർവിക ജനത നമുക്കുണ്ടായിരുന്നു. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് 1888 സ്വാമി തൃപ്പാദങ്ങൾ ഒരു ആത്മീയ വിപ്ലവം തന്നെ നടത്തി. എവിടെ? അരുവിപ്പുറത്ത്. ഒരു രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല, ഒരു ഒച്ചപ്പാടും ഉണ്ടായില്ല. പക്ഷേ പലരും ഗുരുവിനെ അവിടെ ചോദ്യം ചെയ്ത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു.
ഒന്നിനോടും മഹാഗുരു പ്രതികരിച്ചില്ല. എങ്കിലും സതീർത്ഥ്യനായ പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യൻ, വാരണാപ്പള്ളിയിലെ തന്റെ സതീർത്ഥ്യനാണ് പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യർ, പിറ്റേന്ന് തിരുവനന്തപുരത്ത് വെച്ച് തൃപ്പാദങ്ങളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നമുക്ക് ഈ പ്രതിഷ്ഠാകർമ്മം ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ടോ എന്ന്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുകൊണ്ട് പേടിച്ചാണ് പെരുന്നല്ലി ചോദിക്കുന്നത്. അപ്പോൾ തൃപ്പാദങ്ങൾ പറയുകയാണ്, നാം അവിടെ പാറപ്പുറത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒരു ആനയോ മറ്റോ കൊണ്ടുപോയി അത് പിഴുതു എറിഞ്ഞുകൊള്ളുക. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആന പിടിച്ചാൽ സാധാരണപ്പെട്ട എല്ലാം അനങ്ങും. തടി പിടിക്കാനൊക്കെ ആനയല്ലേ ഉപയോഗിക്കുന്നത്. ഒരു ആനയെ കൊണ്ടുവന്ന് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കണ്ടിട്ടില്ലേ? ഒരു ചെറിയ ശിവലിംഗമല്ലേ, ആനയുടെ പോലും ആവശ്യമില്ല. പക്ഷെ ഗുരു തന്നെ പറഞ്ഞു ഒരു ആനയെ മറ്റോ കൊണ്ടുവന്ന് പിഴുതുകൊള്ളാൻ. തൃപ്പാദങ്ങൾക്കറിയാം, ആര് പിടിച്ചാലും ഇളകാത്ത ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും അത് നിലകൊള്ളുകയാണ്. തന്റെ ബ്രഹ്മചൈതന്യം കൊണ്ട് അവിടുന്ന് പ്രതിഷ്ഠ നടത്തി. തന്റെ നയന മിഴികളിൽ നിന്നും വന്ന ആ ജലത്തുള്ളികൾ കൊണ്ട് ശുദ്ധികലശം ചെയ്തുകൊണ്ട് അവിടുന്ന് പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠയെ ഇളക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഒരു ശുദ്ധികലശവും ചെയ്യണ്ട. 12 വർഷം കൂടുമ്പോൾ ശുദ്ധികലശം ചെയ്ത് പുനഃപ്രതിഷ്ഠ നടത്തും ക്ഷേത്രങ്ങളിൽ. പക്ഷെ അരുവിപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ചടങ്ങ് നടന്നതായിട്ട് നാം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്തെല്ലാം മഹാമാരികൾ വന്നു, ഭൂകമ്പം വന്നു, പ്രളയം വന്നു, എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ വന്നു. ഇതെന്തെങ്കിലും ആ ക്ഷേത്രത്തെയോ ആ പ്രതിഷ്ഠയോ ബാധിച്ചോ? ഇല്ല. ഇന്നും ലോകത്തിലെ തന്നെ ഒരു മഹാ അത്ഭുതമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. നമ്മളെല്ലാവരും ശിവരാത്രി നാളിൽ പോകും. എവിടേക്കാ ഓടുന്നത്? നമ്മളൊക്കെ വലിയ വലിയ പേര് കേട്ട ശിവക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകും അല്ലെ, ഉറക്കളക്കാനും ഒക്കെയായി. നാം എവിടെയാണ് പോകേണ്ടത് ശിവരാത്രി നാളില്? നിങ്ങൾ തന്നെ പറ, നാം എവിടെയാണ് ശിവരാത്രി നാളിൽ പോകേണ്ടത്? അരുവിപ്പുറത്ത് പോകണം. ഭഗവാൻ നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യ ദിനത്തെ നാം ആവോളം ആഘോഷിക്കണം. നമ്മുടെ മനസ്സറിഞ്ഞ് ആഘോഷിക്കണം. നമ്മുടെ മനസ്സൊന്ന് ഭഗവാന് കൊടുക്കണം. ആ നെയ്യാറ്റിലെ ശങ്കരൻകുഴിയിൽ നിന്നെടുക്കുന്ന 1008 കുടം ജലത്തിലെ തീർത്ഥം കൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ച് അതിന്റെ പൂർണ്ണതയെ യാതൊരു അലങ്കാരങ്ങളും ഇല്ലാതെ നമ്മളുടെ നയനങ്ങൾക്ക് ശുദ്ധി വരത്തക്ക രീതിയിൽ നമുക്ക് പൂർണ്ണതയോടെ കാണുവാൻ പറ്റുന്ന ഒരു പൊൻദിനമാണ് ശിവരാത്രി നാളിലെ ആ പാതിരാവിനോടടുത്ത സമയം. നമ്മളൊക്കെ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുമ്പോൾ അരുവിപ്പുറത്ത് പോകാറുണ്ട്. ക്ഷേത്രം തുറന്ന് അപൂർവം ആളുകൾക്ക് അന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെ. ഉച്ച നേരത്തൊക്കെ അരുവിപ്പുറത്ത് എന്ന ക്ഷേത്രം അടഞ്ഞു കിടക്കുമല്ലേ. നമ്മളെല്ലാരും വട്ടം ചുറ്റി അതിലെ പോയി ആദ്യം ചെയ്യുന്ന എന്നാ, ഗുരുപൂജ ഹാളിൽ പോയി ഗുരുപൂജയൊക്കെ കഴിച്ചു ചേച്ചിരുന്ന് ഉറങ്ങുക. ഗുരുപൂജ ഹാളിൽ പോയി നമ്മള് പ്രസാദമൊക്കെ കഴിച്ച് തിരിച്ചു പോരും. പക്ഷേ ഇനിയുമുള്ള വർഷങ്ങളില് ശിവരാത്രി നാളില് കഴിയുമെങ്കിൽ എല്ലാവരും ഒത്തുകൂടി ഭഗവാൻ നമുക്കായി തന്ന ആ പൊൻദിനത്തെ നമ്മൾ ആഘോഷിക്കണം കേട്ടോ. ഞാനും പോകാതിരുന്ന ആളാണ്. പഠന ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞു. ഗുരുവിന്റെ പൂർണ്ണതയെ അറിഞ്ഞ നാൾ മുതൽ പിന്നീടുള്ള വർഷങ്ങളില് മുടങ്ങാതെ പോകുന്നുണ്ട്. അതിനൊക്കെ ഭഗവാൻ നമ്മളെ ഒരുക്കിക്കോളും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മളെ ഭഗവാൻ അവിടെ എത്തിക്കും കേട്ടോ. ശ്രദ്ധ എന്താണ്? ശാസ്ത്രത്തിലും ഗുരുവചനത്തിലുമുള്ള ഗുരുവാക്യങ്ങളിലുമുള്ള വിശ്വാസം. അതാണ് ബ്രഹ്മവിദ്യാപഞ്ചകം പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധ പഠിച്ചതാണ്. 5ാമത്തെ ഇതായി പഠിച്ചതാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ, സമാധാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്. അപ്പം ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് സമാധാനം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. ഭഗവാൻ ഈ ക്ഷേത്രപ്രതിഷ്ഠകള് അരുവിപ്പുറത്തെ ക്ഷേത്രപ്രതിഷ്ഠ കൊണ്ട് നിർത്തിയില്ല. പിന്നീട് അവിടുന്ന് അനേക ക്ഷേത്രപ്രതിഷ്ഠകൾ തന്റെ ദിവ്യകരങ്ങൾ കൊണ്ട് നടത്തി. തന്റെ ശിഷ്യ പരമ്പരയെ കൊണ്ട് അനേക ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തി. വേണമെങ്കിൽ ഈ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തി അവിടെയൊക്കെ വലിയ സ്ഥാനവും മാനവും ഒക്കെ ആയിട്ട് നിന്ന് സ്വജീവിതം പൂർത്തീകരിക്കാമായിരുന്നു. ഭഗവാൻ അങ്ങനെയല്ല ആഗ്രഹിച്ചത്.
താൻ അനുഭവിക്കുന്ന ആ ആത്മാനന്ദം എന്താണോ അത് തന്റെ ജനങ്ങളും ഈ ലോക ജനതയും അനുഭവിച്ചറിയണം. നിത്യാനന്ദമായ ഒരു ജീവിതം നമുക്ക് ഏവർക്കും ഉണ്ടാകണം. അതിനായി അവിടുന്ന് വീണ്ടും സഞ്ചരിച്ചു. ഈ ക്ഷേത്രങ്ങളോടൊപ്പം അവിടുന്ന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, സരസ്വതി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം. വിദ്യ എന്താണ്? അറിവാണ്. ഗുരുവിന് അറിവെന്താണ്? ഗുരുവിന് അറിവെന്താണ്? ഗുരു അറിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈശ്വരന് തുല്യമാണ്. ഈശ്വരനാണ് അറിവ്. അപ്പൊ ആ അറിവിലൂടെ മാത്രമേ ജനങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തിലും ഒക്കെ നിത്യാനന്ദം ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ അറിവിലേക്ക് വരണം. അതിനായി ഈ ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, നെയ്ത്തുശാലകൾ സ്ഥാപിച്ചു, സ്വയം പര്യാപ്തരാകുന്നതിനായി അവർക്ക് തൊഴിൽ നൽകി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം ഭഗവാൻ ഇവിടെ നടത്തിച്ചു കാണിച്ചു. നമ്മുടെ കുട്ടികളൊക്കെ പലരും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ പല പല നല്ല ജോലികളിലൊക്കെ ഇന്ന് വർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം മാതൃകയായി തീരുവാൻ, ഒരു മോഡലായി തീർന്നത് സ്വാമി തൃപ്പാദങ്ങളാണ്. ജോലി ചെയ്ത് ജീവിക്കുവാൻ. ഗുരു ആരെ കണ്ടാലും കർമ്മം ചെയ്യുവാൻ പറയും. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടിയാൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. പക്ഷെ അത് എത്ര നാളത്തേക്ക്? അതുകൊണ്ട് നമുക്ക് എത്ര നാളത്തേക്ക് ജീവിക്കുവാൻ പറ്റും? പിന്നീട് അവരെ കാണുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിന് ഒരു ക്ഷതം സംഭവിക്കുകയും ചെയ്യും. പക്ഷെ നാം ജോലി ചെയ്ത് കർമ്മം ചെയ്ത് നമുക്ക് വേണ്ടുന്ന ആ വരുമാനം തുച്ഛമാകട്ടെ, പക്ഷെ അത് ആനന്ദത്തോടെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. അതിനായി ആരെ കണ്ടാലും ഗുരു കർമ്മം ചെയ്യുവാൻ പറയും. ഒരിക്കൽ ഗുരുവിനെ ചോദ്യം ചെയ്തു ഒരു ഹിന്ദു സന്യാസി. ഗുരുവിന്റെ സന്യാസ ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികളോട് ഒരു ഹിന്ദു സന്യാസി ഒരിക്കൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ആരെ കണ്ടാലും കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യുന്നു പറയുന്നല്ലോ എന്ന്. ഈ കർമ്മം ചെയ്യാൻ, ജോലി ചെയ്യാൻ പറയുന്നത് കങ്കാണിമാരുടെ പണിയല്ലേന്ന്. കങ്കാണിമാർ തോട്ടത്തില് ജോലിക്കാരെ നോക്കുന്നയാളാണ് കങ്കാണിമാര്. അവര് കൂടെ കൂടെ നിൽക്കും തൊഴിലാളികളുടെ കൂടെ. കുഴന്തു നുള്ളിക്കോ അല്ലെങ്കിൽ ഏലോ എടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നിൽക്കും. ജോലി അവരെപ്പോഴും ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ സ്വാമി ആരെ കണ്ടാലും കർമ്മം ചെയ്യാൻ പറയുന്നല്ലോ എന്ന്. മാമ്പലം വിദ്യാനന്ദ സ്വാമികൾക്ക് ഒരു സംശയം ഉണ്ടായി മനസ്സിൽ. ഒരാളൊരു ഇത് കൊടുക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണോ അല്ലേ? ഈ സംശയം മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ ഗുരുസവിധത്തിൽ തന്നെ ഉണർത്തിച്ചു. എന്നോട് ഇങ്ങനെ ഒരു സന്യാസി ചോദിച്ചെന്ന്. ഭഗവാൻ അതിന് നൽകിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഋഗ്വേദത്തിലെ ഒരു ഭാഗം വായിക്കാൻ പറഞ്ഞു. അതിലെ ആദ്യത്തെ 5 മന്ത്രങ്ങള് കർമ്മത്തിന്റെ ഫലം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അധ്വാനിക്കുന്നവന്റെ അരക്കെട്ടിൽ ഉത്സാഹത്തിന്റെ പൂക്കൾ വിരിയുമെന്നും അവനിൽ ഐശ്വര്യം വിളയാടുമെന്നും അവനിൽ അവന്റെ ഉറച്ച ശരീരത്തില് ആരോഗ്യത്തിന്റെ കായ്ഫലങ്ങൾ വിളയുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ മന്ത്രത്തിൽ, ഈ ഋഗ്വേദത്തിലെ ആദ്യത്തെ 5 മന്ത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നതായിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് മാമ്പലം വിദ്യാനന്ദ സ്വാമികളോട്. അല്ലെ, അധ്വാനിക്കുന്നവനിൽ നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകുമെന്ന്. അധ്വാനിക്കാതെ ഇരിക്കുന്നവനും ഇന്ന് ഫലങ്ങളുണ്ട്. അവന് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെ, നല്ല പേരുകേട്ട രോഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എപ്പോഴാണ് അവർ അധ്വാനിക്കുന്നത്? 5 മണി മുതൽ വഴിയെ നടന്ന് അധ്വാനിക്കുന്നുണ്ട്, അല്ലെ. 5 മണിയാകുമ്പോൾ വഴിയിൽ ഇറങ്ങിയാൽ എന്താണ്? നടപ്പുകാരാണ്. കൂട്ടിമുട്ടിയിട്ട് നമുക്ക് എങ്ങോട്ടും പോകണ്ടാത്ത നടപ്പ്. പക്ഷെ പകൽ അധ്വാനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നന്നായി അധ്വാനിച്ച് വിയർത്ത് നമ്മളില് രോഗങ്ങൾ ഉണ്ടാകില്ല. അവനില് നല്ല കായ്ഫലങ്ങൾ, ആരോഗ്യത്തിന്റെ കായ്ഫലങ്ങൾ, അല്ലെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ അനുസരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇതുപോലെ രോഗങ്ങൾ പോലും ഉണ്ടാവുകയില്ല. ഗുരുവിന്റെ വചനങ്ങളെല്ലാം വിധികൽപ്പിതമാക്കേണ്ടതാണ്. പക്ഷെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഗുരു കർമ്മം ചെയ്യാൻ പറഞ്ഞതെല്ലാം ആരോഗ്യമാണ് ഒരുത്തന്റെ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെ. നമ്മുടെ സമ്പത്ത് മുഴുവൻ കാലിയാക്കുന്നത് എന്താണ്? നമ്മുടെ രോഗമാണ്, അല്ലെ. ഒരു ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ നമ്മുടെ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ ഏകദേശം സാധാരണക്കാരന്റെ അക്കൗണ്ടൊക്കെ കാലിയാക്കിയിട്ടേ അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റുള്ളൂ, അല്ലെ. നന്നായി അധ്വാനിച്ച് നല്ല ആരോഗ്യത്തിന്റെ കായ്ഫലങ്ങൾ നമ്മളിൽ ഉളവാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടാകുകയില്ല. പിന്നെ അത് പറയാൻ പറ്റുമല്ലോ. ഇപ്പം കാലം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യനിലെ കുബുദ്ധികൾ വന്നു നിറഞ്ഞപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ വിഷങ്ങൾ ചേർത്തപ്പോൾ നാം പോലും അറിയാതെ നമ്മളിൽ രോഗങ്ങൾ അടിച്ചു കൂടുന്നുണ്ട്, അല്ലെ. അതെല്ലാം ഇല്ലാതാവാനും
നമ്മൾക്ക് അതിനൊന്നും അടിമയാകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ശതഭിഷകായ 100 വൈദ്യന്റെ ശക്തിയുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കാനൊക്കെ ഈ പുണ്യദിനത്തിൽ വന്നിവിടെ ഇരിക്കുന്നത് അല്ലെ. നമുക്ക് രോഗം ഇല്ലാതിരിക്കാൻ അതല്ലേ നമുക്ക് ഇഷ്ടം അല്ലെ. രാവിലെ ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ എന്തോരു സങ്കടമാ, കുത്തിയെടുത്ത് തന്നെയും പിന്നെയും കുത്തുമ്പോഴും അല്ലെ. ഗുളികകൾ ചിലരെടുത്ത് വെച്ചിരിക്കുന്ന കാണാം, ഒരു പിടി കാണും, വിഴുങ്ങാനൊക്കെ പാടാണ്. അപ്പം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ശതഭിഷകായ ഭഗവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലെയും രോഗങ്ങളെ എടുത്ത് ഈ പുണ്യദിനത്തില് എടുത്തു മാറ്റുവാൻ തക്കവണ്ണം പ്രാർത്ഥന ഭരിതരായി ഇവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും അത് സാധിക്കട്ടെ. എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ ഒന്ന് പറയുവാൻ സാധിക്കട്ടെ, ഭഗവാൻ എനിക്ക് ഷുഗർ അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാനും എൻ്റെ പ്രഷർ ഇപ്പോൾ നോർമൽ ആണെന്ന് പറയാനൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും ആയിത്തീരുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു വന്നത് ഭഗവാൻ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അറിവിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ അറിവുള്ള മനുഷ്യനായി ഗുരുവ് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അന്ന് ആ കാലത്ത് തന്നെ സ്വാമി തൃപാദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയെ ലോകഭാഷയായ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഗുരു തന്റെ ശിഷ്യന്മാരോട് പോലും പറയുകയുണ്ടായി. അവിടുന്ന് ഉപരിപഠനത്തിനായി ഇവിടുന്ന് ആളുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു സ്വാമി തൃപാദങ്ങൾ. നാം അന്ന് ഓർക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദുരിതപൂർണമായ പൈശാചികമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. എന്തിനാണ് ഉപരിപഠനം നടത്തുന്നത്? ആ ഉപരിപഠനത്തിലൂടെ നമ്മുടെ രാജ്യത്തിനും ലോകത്തിന് തന്നെ മാതൃകകൾ ഉണ്ടാവണം. അതിനായി സ്വാമി തൃപാദങ്ങൾ കാലത്തിനു മുന്നേ സഞ്ചരിക്കുകയായിരുന്നു. വേണമെങ്കിൽ എന്തെങ്കിലും അത്ഭുത മായാജാലങ്ങൾ കാട്ടി ഗുരുവിന് പേരെടുത്ത് അവിടുത്തെ ആ ദിവ്യ കളയഭരത്തെ കളയാമായിരുന്നു. അങ്ങനെ ചെയ്തോ? ഇല്ല. അവിടുന്ന് നമുക്കായി ഓരോന്നും മുന്നേ എറിഞ്ഞെറിഞ്ഞ് കാണിച്ചു തന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാൻ നമ്മൾ മടി കാണിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ആ മടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം. ഗുരു കാട്ടിത്തന്ന വാക്കുകൾക്ക് ശ്രദ്ധയില്ലാതെ പോയി, കാണിച്ചു തന്ന പ്രവൃത്തികൾക്ക് നമുക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിത പരാജയങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഗുരുവചനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവണം. നാം അതിനെ ശ്രദ്ധയോടെ കേൾക്കുകയും ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യണം. ഗുരു തന്റെ ഗൃഹസ്ഥ ശിഷ്യനായ ഡോക്ടർ പൽപുവിന്റെ പുത്രൻ തമ്പി എന്ന് വിളിക്കുന്ന നടരാജനെ യൂറോപ്പിലേക്ക് ഉപരിപഠനത്തിന് പറഞ്ഞയച്ചു. അവിടുന്ന് ഡോക്ടർ നടരാജനായാണ് ഇവിടെ തിരിച്ചു വരുന്നത്. പാരീസിലെ സെർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ട്രിപ്പിൾ ഓണേഴ്സോടെ ഡീലിറ്റ് ബിരുദം കരസ്ഥമാക്കി ഡോക്ടറായി ഇവിടെ വരികയും ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് നടരാജ ഗുരുവായി തീരുകയും ചെയ്തു. അതുപോലെ തന്നെ കുമാരനാശാനെ തന്റെ ഗൃഹസ്ഥ ശിഷ്യനായ ഡോക്ടർ പൽപുവിനെയാണ് ഏൽപ്പിക്കുന്നത്. കുമാരനാശാനു ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സമ്പന്നനായ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ് കുമാരനാശാന് വിദ്യാഭ്യാസം നൽകാനായി. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കുമാരുവിന് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വിദ്യാഭ്യാസം നൽകി മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്നു കുമാരനാശാൻ. ഇങ്ങനെ ഉപരിപഠന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഈ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത് ആരാണ്? മഹാഗുരുവാണ്. നമ്മൾ ആരെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെയൊക്കെ വീട്ടുകളിൽ കുട്ടികളില്ല. എല്ലാരും എവിടെയാണ്? ഉപരിപഠനാർത്ഥം വിദേശങ്ങളിലാണ് അല്ലെ. കാനഡ, UK, മാൾട്ട തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പോയി. നാം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മഹാഗുരു തുടങ്ങി വെച്ച ഒരു ഉപരിപഠന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് ലോകം അനുവർത്തിക്കുന്നതെന്ന്. എല്ലാത്തിനും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിനായാലും എല്ലാ ലോക രാഷ്ട്രങ്ങളും മാതൃകയാക്കുന്നത് നമ്മുടെ ഭാരതത്തെയാണ്, ഈ കൊച്ചു കേരളത്തെയാണ്. എത്രയോ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എത്രയോ വിദ്യാഭ്യാസ വിദഗ്ധന്മാരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കൊച്ചു കേരളം സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ആ വിദ്യാഭ്യാസ സമ്പ്രദായം, പക്വമായ ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ തുടങ്ങി വെച്ച ആ വിദ്യാഭ്യാസ സമ്പ്രദായം അനുവർത്തിച്ച് തങ്ങളുടെ രാജ്യം സമ്പന്നമാകുന്നതിന്, സമാധാനപൂർണമാകുന്നതിന് വേണ്ടി ഇവിടെ സന്ദർശിച്ച് ഇവിടുത്തെ രീതികൾ പഠിച്ചുകൊണ്ട് സംഘങ്ങൾ മടങ്ങി പോകുന്ന ചരിത്രമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നതാണ്.
ഇങ്ങനെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായവും ശിവഗിരിയിൽ സ്വാമി തൃപ്പാദങ്ങൾ തുടങ്ങി വെച്ചു. പക്ഷേ ഭാരത ഗവൺമെന്റ് പോലും 1956 കാലഘട്ടത്തിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ഒരു ചിന്ത പോലും ഇവിടെ ഉണ്ടായത്. 67-ലാണ് അതിവിടെ നടപ്പിൽ വരുത്തിയത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടുന്ന് ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുലം എന്ന ഒരു സ്ഥാപനം തുടങ്ങി. അതിന്റെ പഴകിപ്പൊടിഞ്ഞ പ്രോസ്പെക്ടസ് ഇന്നുമുണ്ട്. അത് പരിശോധിച്ചാൽ 10 വയസ്സ് പൂർത്തിയായ ഏതൊരു കുട്ടിക്കും ശാരീരിക വൈകല്യങ്ങൾ ഒന്നുമില്ല എങ്കിൽ 18-ൽ പരം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള ഒരു പദ്ധതിയെ സ്വാമി തൃപാദങ്ങൾ അവിടെ നടപ്പിൽ വരുത്തി. പക്ഷേ ഇന്ന് ഭാരതത്തിലെ വിവിധ സ്റ്റേറ്റുകളിൽ പല പേരുകളിൽ പല യൂണിവേഴ്സിറ്റികൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. എങ്കിലും വിത്തിനകത്തൊളിഞ്ഞിരുന്ന ആ രഹസ്യം ആരാണ് പുറത്തു കൊണ്ടുവന്നത്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണെന്നുള്ള ഒരു അറിവ് നമ്മൾക്കുണ്ടാവണം. നമ്മളുടെ കുട്ടികൾ പോകുമ്പോൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, സ്വാമി തുടങ്ങി വെച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നാം അനുവർത്തിക്കാൻ പോകുന്നത്. ഇതിന്റെ പരിപൂർണ ഫലം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ ഗുരുവിനെ ഓർത്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ മാതാപിതാക്കളായ നമ്മളെങ്കിലും അറിയണം, ഇത്തരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് തുടക്കമിട്ടത് സ്വാമി തൃപ്പാദങ്ങളാണ്. നമ്മളിൽ എത്ര പേർക്ക് ഇതറിയാം? ഇല്ലേ? വളരെ കുറച്ചു പേർക്കേ അറിയാവുള്ളൂ. ഇതൊക്കെ വിദേശത്തു നിന്നും വന്നതായിട്ടാണ്. പക്ഷെ വിദേശ രാജ്യങ്ങൾ മുഴുവൻ മാതൃകയാക്കിയത് ഈ കൊച്ചു കേരളത്തെയാണ്. സ്വാമി തൃപ്പാദങ്ങൾ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സംഘടനാ പാഠവത്തെയും ഒക്കെയാണ് എല്ലാ രാജ്യങ്ങളും ലോക രാഷ്ട്രങ്ങൾ പോലും പിന്തുടരുന്നത് എന്ന ഒരു അറിവും നമ്മളിൽ വേണം. നമ്മുടെ കുട്ടികൾ ഇന്നും ഗുരുവിനെ താഴ്ത്തി സംസാരിക്കാനൊക്കെ മുന്നോട്ട് വരാറുണ്ട്. പക്ഷെ ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ് അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഈ തലമുറയിട്ട് മുന്നോട്ട് വരുന്നുമില്ല. വരും തലമുറയ്ക്കായി നമ്മൾ കരുതേണ്ടത് യഥാർത്ഥ ഗുരുവിന്റെ പൂർണ്ണതയെ അവരിലേക്ക്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, ഒരു ആനന്ദ ലഹരിയായി, മറ്റ് ലഹരിയല്ല നമ്മളെ കുട്ടികൾക്ക്, മറ്റ് ലഹരിയിലേക്ക് അവർ ആസക്തരാകാതിരിക്കാൻ ഗുരുവെന്ന ആനന്ദ ലഹരിയെ അവരിലേക്ക് ഇൻജക്ട് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, വീട്ടിലെ ഓരോ പ്രവൃത്തികളിലൂടെയും ഒക്കെ അവരിലേക്ക് ഗുരു എന്ന ആനന്ദ ലഹരിയെ ഇൻജക്ട് ചെയ്ത് ആ ലഹരിക്ക് അടിമയാക്കിയാൽ നല്ലൊരു യുവതലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഈ ശാഖയിലും ഏതാണ്ട് നടക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ക്ലാസ് എടുക്കാൻ വന്നു. ഇവിടെ നല്ലൊരു രവിവാര പാഠശാല നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ബഹുമാനപ്പെട്ട ടീച്ചർ എൻ്റെ ഫ്രണ്ടേ തന്നെ ഇരിപ്പുണ്ട്. ഇവരിലൂടെയൊക്കെ നല്ലൊരു തലമുറയാണ് ഇപ്പൊ ഇവിടെ വളർന്നു വരുന്നത്. എവിടെ ചെന്നാലും മറിയപ്പള്ളി ശാഖയിലെ കുട്ടികളെയൊക്കെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയും. അമ്മമാരെയും ചേച്ചിമാരെയും അനിയത്തി കുട്ടികളെയും ഒക്കെ കാണാൻ കഴിയും. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓടിച്ചിട്ട് വേണം പിടിച്ചുകൊണ്ട് എന്തിനേലും ഒക്കെ ഒന്ന് പോകാനായിട്ട്. ഇന്ന് ചതയമാണ്. ഞാൻ അവിടുത്തെ വനിതാ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. രാവിലെ ചെന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രണ്ടാമതൊരാളെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോരാൻ ഞാൻ ഫോൺ ചെയ്ത് മടുത്ത ഒരാളാണ്. അതുപോലെ വരും എല്ലാവരും. 11:30-12 ആകുമ്പോഴത്തേന് ഗുരുപൂജയുടെ സമയമാകുമ്പോഴത്തേന് എല്ലാവരും ഓടി വരും. പക്ഷെ അതിന്റെ പിന്നിൽ സന്തോഷ മനസ്സോടെയാണ് അത് ചെയ്യുന്നത്. ഞാൻ പറയണില്ല, അപ്പം ഗുരുവിനോടുള്ള ആ ഭക്തി ആ അന്നദാനത്തിലൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനേലേറെ പുണ്യമാണ് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു മനസ്സുള്ളവരെയൊക്കെ എനിക്ക് ഇവിടെ കുറെയൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. മുന്നോട്ടും അങ്ങനെ തന്നെയാകട്ടെ. നല്ലൊരു തലമുറ അതിലൂടെ ഇവിടെ ഉണ്ടായി വരട്ടെയൊക്കെ ഇനി ധന്യമായ ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഗുരു ഈശ്വരപ്രതിഷ്ഠ നമുക്ക് നടത്തി, സാത്വികമായ ഈശ്വരപ്രതിഷ്ഠ നടത്തി തന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്ക് നല്ല രീതിയിൽ നടത്തി തന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഉപരിപഠന വിദ്യാഭ്യാസ സമ്പ്രദായം, ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിക്കായി വേണ്ടുന്നതെല്ലാം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾക്ക്, ഈ ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ നമുക്ക് ആത്മീയമായ ഒരു ആനന്ദം, ഒരു വികാസം. പക്ഷെ ഭൗതികമായ ജനങ്ങളുടെ ആ വികാസത്തിന് വേണ്ടി, പുരോഗതിക്ക്
നീതിക്ക് വേണ്ടി അവിടുന്ന് സംഘടന എന്ന ആശയത്തെയും നമുക്ക് കാണിച്ചു തന്നു, നമുക്ക് സ്ഥാപിച്ചു തന്നു. അതിനും ആ പരിപാവനമായ കർമ്മം നടത്തുന്നതിനും വേദിയായത് ഏത് സ്ഥലമാണ്? അരുവിപ്പുറം തന്നെയാണ്, അല്ലെ? 1903 സ്വാമി തൃപ്പാദങ്ങൾ തന്റെ തൃക്കരം കൊണ്ട് അരുവിപ്പുറത്ത് SNDP യോഗം എന്ന മഹാസംഘടനയ്ക്ക് ദീപം കൊളുത്തി. ഭഗവാനാൽ ദീപം കൊളുത്തപ്പെട്ട ഏക സംഘടന, എല്ലാ സംഘടനകളുടെയും മാതൃസംഘടനയായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്ക് വളരെയേറെ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും, അല്ലെ, തല എവിടെയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് SNDPയുടെ അംഗമാണെന്ന നിലയിൽ. ഇതിന്റെ എല്ലാം പിന്നിൽ എത്രയോ ത്യാഗനിർഭരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മഹാഗുരുവും ഗുരുവിനോടൊപ്പം അവിടുത്തെ സശിഷ്യന്മാരും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു മഹസംഘടനയ്ക്ക് ഭദ്രദീപം കൊളുത്തി നമ്മളെ എല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കുവാൻ ഗുരു കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പിറ്റേ വർഷം 1904 ഈ സംഘടനയുടെ 1ാമത് വാർഷികവും അരുവിപ്പുറത്ത് വെച്ച് തന്നെ നടക്കുകയാണ്. അന്ന് മഹാഗുരു തന്റെ ശിഷ്യന്മാരായ ഡോക്ടർ പൽപുവിനോടും കുമാരനാശാനോടും പറയുകയാണ്, നാളെ 1ാമത്തെ ദിവസമായി, നാളെ ഉച്ച കഴിഞ്ഞ് ഒരു സ്ത്രീ സമ്മേളനം വിളിച്ചു കൂട്ടണം. ഇന്ന് നാം ഏറ്റവും ആധുനികം എന്ന് പറയുന്ന കാര്യമാണ് സ്ത്രീകളുടെ കാര്യങ്ങള്. ആ ആധുനികം എന്ന് കരുതുന്ന സ്ത്രീ ശാക്തീകരണത്തെ എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 120-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മഹാഗുരു എവിടെ സ്ഥാപിച്ചു? അരുവിപ്പുറത്ത് സ്ഥാപിച്ചു. അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ടോ? മാറുമറയ്ക്കുവോ? വെളിയിലിറങ്ങുവോ? ഇല്ല, അല്ലെ? വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിച്ച സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സ്വാമി തൃപ്പാദങ്ങൾ, നമ്മള് ഗുരുവിനെ എത്ര വന്ദിച്ചാലും മതിയാകുവോ? പോരാ, അല്ലെ? ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഈ സമയമൊക്കെ അവൻ തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തു പറയും? ദൈവത്തിന് നന്ദി പറയും, അല്ലെ? മഹാഗുരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദം വരുന്ന നിമിഷങ്ങളിലൊക്കെ ഞാൻ പറയുന്ന മഹാഗുരു, സ്വാമി, മഹാഗുരു, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? നമ്മളെയൊക്കെ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഞാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഗുരു വന്നൊരു സ്ത്രീ സംഘടന സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ പ്രഥമ വനിത ആരാണ്? ദ്രൗപദി മുർമു. ഗോത്രവർഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ദ്രൗപദി മുർമുവെങ്കിലും ഉണ്ടായിരിക്കാം കേട്ടോ. മഹാഗുരു കാട്ടിത്തന്ന ആ സ്ത്രീ ശാക്തീകരണം, അല്ലെ, അങ്ങനെയൊരു 1904 സ്ഥാപിച്ച ആ ഒരു സ്ത്രീ സമ്മേളനത്തിലൂടെ ആ ഒരു സ്ത്രീ സമാജത്തിന് പിൻപറ്റിയാണ് ഇന്ന് ഈ പ്രഥമ വനിതാ സ്ഥാനം ആ ബഹുമാനപ്പെട്ട വനിതയും അലങ്കരിക്കുന്നത്. ഗുരുവെ വന്ദനം, പറയാതിരിക്കാൻ പറ്റുകയില്ല. മഹാഗുരു, കോടി വന്ദനം അവിടത്തേക്ക്. എനിക്കെന്റെ മനസ്സിൽ നിന്നും വാക്കുകൾ പോലും വരുന്നില്ല, അതുപോലെ വികാരം ഉണ്ടാകുന്നു. മഹാഗുരു നമുക്ക് കാണിച്ചു തന്ന നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അപ്പം ഗുരു പരദൈവമാണോ? ആണ്, അല്ലെ? ഒരേ ശബ്ദത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കണം, എന്റെ മഹാഗുരു പരദൈവം തന്നെ. ഇതിനങ്ങാപ്പുറം നമുക്കൊരു ദൈവമുണ്ടോ? ഇല്ല. ഏത് ദേവി ദേവന്മാരെയും ആരാധിച്ചു, പക്ഷേ ഇതിനെല്ലാം മേലെ നമുക്ക് എപ്പോഴും ആര് നിൽക്കണം? എന്റെ മഹാഗുരു നമ്മുടെ നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്തിന്റെ വിശ്വമഹാഗുരു ആയിരിക്കണം എല്ലാത്തിന്റെയും മേലെ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ സ്ത്രീ സമാജം രൂപീകരിച്ചു. അന്ന് സംസാരിക്കാൻ ഒരു വനിതയ്ക്കും ആവില്ല. ഡോക്ടർ പൽപുവിന്റെ അമ്മ പപ്പമ്മയായിരുന്നു അതിന്റെ അധ്യക്ഷയായിട്ട് വെച്ചിരുന്നത്. ഒന്നും സംസാരിച്ചില്ല, ഡോക്ടർ പൽപുവാണ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഡോക്ടറുടെ ഭാര്യ ഭഗവതി അമ്മ സ്ത്രീകൾ എങ്ങനെ ഒരു കുടുംബം പോറ്റണമെന്നും വരവ് ചെലവുകൾ എങ്ങനെ ബജറ്റ് അവതരണം നടത്തിയെന്ന്, കിട്ടുന്ന ഭർത്താവിന്റെ വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുക, തന്റെ വാഴ്ചയ്ക്ക് തുണയായി ഒരു ഭർത്താവിന് തുണയായി ഒരു സ്ത്രീ എങ്ങനെ മാറണമെന്ന ആ വരവ് ചെലവ് കണക്കുകൾ അവിടെ സ്ത്രീകളെ പറഞ്ഞു പഠിപ്പിച്ചു. അതുപോലെ അവർ സ്വയം പര്യാപ്തരാകുന്നതിന്, അവർ നല്ല സംരംഭകരാകുന്നതിന്, ഇന്ന് എത്രയോ സ്ത്രീകൾ നല്ല സംരംഭകരാണ്, അല്ലെ? പല പല കൈത്തൊഴിലുകൾ ചെയ്ത് എത്രയോ സ്ത്രീകൾ ഇന്ന്
ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരാകുന്നു. ഞാനും ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല. തയ്യൽ പഠിക്കാൻ അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ പറയുന്നത്. തയ്യലിന്റെ ഒരു കണക്കും എനിക്കറിയത്തില്ല. പക്ഷേ ബ്ലൗസൊക്കെ നല്ല നല്ല ഫിറ്റായി തയ്ച്ചു കൊടുക്കും, ചുരിദാർ തയ്ച്ചു കൊടുക്കും. ഞാനൊരു സാധാരണ വീട്ടമ്മയുമാണ്. അതെന്താ ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ മഹാഗുരു എനിക്ക് കൈത്തൊഴിൽ, അവിടുന്ന് അഷ്ടലക്ഷ്യങ്ങൾ, ശിവഗിരി തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലേ കൈത്തൊഴിൽ പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ ഒരംശം അതിന്റെ ഒരു ചെറിയ കണം എന്നിലേക്കും വന്നു എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതിലൂടെയാണ് ഞാൻ ഇന്നൊരു തയ്യൽ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന. എന്നാ അഭിമാനമാണെന്നറിയോ, ആരെയും ആശ്രയിക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇന്ന് വരെ ജീവിച്ചു. നാളെ എന്റെ മഹാഗുരു എത്രത്തോളം അത് ചെയ്യാൻ അനുവദിക്കുന്നുവോ ആ സമയം വരെയും അത് ചെയ്യും. മക്കളൊക്കെ ഏത് പൊസിഷനിലും ആയിക്കോട്ടെ, ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, എങ്കിലും ഞാനത് ചെയ്യുകയാണ്. ആരുടെ മുന്നിലും തല കുനിക്കരുത്, ആരുടെ മുന്നിലും കൈനീട്ടരുതെന്നാണ് മഹാഗുരു പഠിപ്പിച്ചത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, കട്ടിലിൽ കിടക്കും വരെ കർമ്മം ചെയ്യണം. അപ്പം അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. ആ സമയത്തും ഈ ഗുരുദേവ കൃതികൾ പഠിക്കാനും എൻ്റെ മിഷന്റെ സൈഡിൽ എപ്പോഴും ഈ ഒരു പുസ്തകം ഉണ്ടാകും. ഇതിങ്ങനെ വായിച്ചും ചില സമയം നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. അതിലുള്ള ഉത്തരം ചിലപ്പോൾ നമ്മൾ അറിയാതെ തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതായിരിക്കും. വേറെ കഥകളിലേക്ക് പോയാൽ സമയം നമ്മളിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ ശാക്തീകരണം. അങ്ങനെ ഭഗവതി അമ്മ അന്ന് സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെയാവണം എന്നുള്ള ഒരു ക്ലാസ് നടത്തി എല്ലാവരെയും ബോധവൽക്കരിച്ചു. അതുപോലെ തന്നെ അടുത്ത വർഷം 1905 കൊല്ലത്ത് താമരക്കുളത്ത് വെച്ച് 3ാമത് വാർഷികയോഗത്തിൽ ഒരു അഖിലേന്ത്യാ പ്രദർശനം, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു പ്രദർശനം സ്വാമി തൃപ്പാദങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും 1.5 മാസക്കാലം നീണ്ടുനിന്ന ഒരു അഖിലേന്ത്യാ കാർഷിക വ്യാവസായിക പ്രദർശനം നടന്നു. നമ്മുടെ ഈ കോട്ടയത്തും ഏതാണ്ട് 2023 ഡിസംബറിൽ ഒരു അഖിലേന്ത്യാ കാർഷിക പ്രദർശനം നടന്നു. ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? നമ്മളൊക്കെ ഇന്ന് പല സംഘടനകളിലെയും അംഗങ്ങളാണ്. പല സ്ത്രീ സംഘടനകള് ഇന്ന് ഗുരു അന്ന് ഒരു സ്ത്രീ സംഘടന ഉണ്ടാക്കി. ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീ സംഘടനകളുണ്ട് അല്ലെ? നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് സമരം ചെയ്യാനൊക്കെ സംഘടനകളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെ. ജനറലായി പൊതുവായി നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഒരു സംഘടനയുണ്ടല്ലോ. ഏതാണ്? നമ്മളെല്ലാം അതിൽ മിക്കവാറും ആളുകൾ അതിലെ അംഗങ്ങളാണ്. കുടുംബശ്രീ അല്ലേ? കുടുംബശ്രീ ഒരു സ്ത്രീ സംഘടനയാണ്. പുരുഷന്മാരുണ്ടോ അതിനകത്ത്? ഇല്ല. അപ്പം അത് നമ്മുടെ ഏറ്റവും വലിയൊരു സംഘടന, നമ്മുടെ മുറ്റത്തെ ബാങ്ക് അല്ലേ? ആ ഒരു സംഘടനയിലേക്ക് നമ്മൾ ഇന്ന് അംഗങ്ങളായി. എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ലോണൊക്കെ എടുത്തും ലിങ്കേജ് വായ്പകൾ ലഭിച്ചും ഒക്കെ. അപ്പം ആ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തില് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സരസ് മേള എന്നും പറഞ്ഞ് കോട്ടയത്ത് വെച്ച് എല്ലാരും പോയി കണ്ടു കാണും അല്ലെ? ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അന്ന് അവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. ഞാൻ അതിന്റെ കവാടത്തിൽ പോയി നിന്ന് എൻ്റെ മക്കളോടൊപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിനൊരു ക്യാപ്ഷനൊക്കെ എഴുതി വിട്ടു. മഹാഗുരു 1905 കൊല്ലത്ത് വെച്ച് നടത്തിയ കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു കോട്ടയത്ത് ആ പ്രദർശനം? നമ്മൾ ആരെങ്കിലും അതിന്റെ കവാടത്തിലെങ്കിൽ എത്തിയപ്പോൾ ഓർത്തോ, മഹാഗുരു കാട്ടിത്തന്ന നേരാം വഴിയുടെ ഫലമാണ് അത്. ഭയങ്കര AC ഒക്കെ ചെയ്ത വലിയ ഒരു ഇതിലായിരുന്നു ആ പ്രദർശനം നടന്നത്. ഇങ്ങനെ ലോകത്തിന് തന്നെ മാതൃകകളാകത്തക്ക രീതിയിലുള്ള എല്ലാം ലോകത്തിന്റെ നന്മയ്ക്കായി, ലോകത്തിന്റെ പുരോഗതിക്കായി വേണ്ടുന്നതെല്ലാം അവിടുന്ന് നമുക്ക് വാരിക്കോരി തന്നു. സംഘടനകൾ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടനകളുണ്ട്, അതിൽ പുരുഷന്മാർക്കുള്ളതുണ്ട്, സ്ത്രീകൾക്കുള്ളതുണ്ട്. ഇങ്ങനെ എല്ലാ സംഘടനകളും അവരുടെ അവകാശങ്ങൾ നേടുന്നതിനായി തൊഴിലാളി സംഘടനകള്, ഒരു തൊഴിലാളി സംഘടന നമ്മുടെ തിരുവിതാംകൂറിൽ രൂപം കൊണ്ടു 1922. അതും ഗുരുവിന്റെ ഒരു ശിഷ്യനായ വാടപ്പുറം ബാവയാണ് തിരുവിതാംകൂർ ലേബർ യൂണിയൻ എന്ന ഒരു സംഘടന, ഒരു തൊഴിലാളി സംഘടന ഉണ്ടായത്. അതും ഗുരുവിന്റെ അനുവാദത്തോടെ അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്നും 1 രൂപ നാണയം സ്വീകരിച്ചുകൊണ്ടുണ്ടാക്കിയ തൊഴിലാളി സംഘടന ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സമരം ചെയ്തുകൊണ്ട്
നമുക്ക് എന്തും നേടണമെങ്കിലും സമരം ചെയ്യും. എല്ലാം തൊഴിലാളി സംഘടനകളാ. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു വിഭാഗം സമരം നടത്തുന്നുണ്ട്, ആശാവർക്കർമാര് അല്ലെ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്. ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുമായിരുന്നോ? പറ്റുമോ? ഒറ്റയ്ക്ക് പോയി സമരം ചെയ്താൽ വിജയിക്കുമോ? ഇത് സംഘടിതമായി നിന്ന് ആ സമരവും അവരുടെ അവകാശങ്ങൾ ന്യായമായതാണെങ്കിൽ അവർക്ക് കിട്ടും വരെ അവര് സമരം ചെയ്യട്ടെ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമൊന്നും പറയണ്ട അല്ലെ. അപ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം നല്ല മാതൃകകൾ കാട്ടിത്തന്നിട്ടാണ് പരമകാരുണികനായ ഭഗവാൻ തന്റെ ദിവ്യ കളയപുരത്തെ ഇവിടെ നിന്നും ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ആർജിച്ച ആ ബ്രഹ്മചൈതന്യം മുഴുവൻ നമുക്കായി ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം ആണ് തൃപാദങ്ങൾ ഇഹലോകം വെടിഞ്ഞു പോയത്. ഏതാണ്ട് സമയം എനിക്ക് അനുവദിച്ച സമയത്തോടൊക്കെ അടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അവിടുന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഏറ്റവും അവസാനത്തെ ലക്ഷ്യമായി പറഞ്ഞു കൊടുത്തത് എന്താണ്? ഏറ്റവും അവസാനത്തെ ലക്ഷ്യങ്ങൾ ഏതാണ് പറഞ്ഞു കൊടുത്തത്? ശാസ്ത്ര സാങ്കേതിക വിദ്യ. ശാസ്ത്രം എന്താണെന്നും സാങ്കേതിക വിദ്യകൾ എന്താണെന്നും കേൾവി പോലും ഇല്ലാത്ത ഒരു ജനസമൂഹത്തോട് ഭഗവാൻ പറയുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന്. ഈ ശാസ്ത്രം എന്താണെന്ന് കേട്ടിട്ടില്ല, സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് അറിയാത്ത അത് സച്ചിദാനന്ദ സ്വാമികളുടെ വാക്കുകളെ കടമെടുത്താൽ ഗുരുവിന്റെ അവസാന ഗീതോപദേശം എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ വാക്കുകളെ പറയുന്നത്. ഈ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളെ പറയുന്നത്. ഇന്ന് ചന്ദ്രയാൻ 3 നമ്മള് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭ്രമണ ദൗത്യം പൂർത്തീകരിച്ചു അല്ലെ. ചന്ദ്രയാൻ 4 അത് വിക്ഷേപണത്തിനുള്ളതെല്ലാം റെഡിയായി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു ചന്ദ്രയാൻ 5 അത് 2028 അത് വിക്ഷേപണത്തിന് തയ്യാറാകും. ഇങ്ങനെ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വളർന്നുകൊണ്ടേയിരിക്കുന്നു. 100 വർഷങ്ങൾക്കും അപ്പുറത്ത് ശാസ്ത്രമെന്ത് സാങ്കേതിക വിദ്യ എന്നറിയാത്ത ഒരു ജനസമൂഹത്തോട് വരാൻ പോകുന്ന കാലത്തിനു മുന്നേ സഞ്ചരിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയെ കുറിച്ച് നമുക്ക് സൂചനകൾ നൽകി. കാലത്തിന് മുന്നേ സഞ്ചരിച്ചുകൊണ്ട് എന്തൊക്കെ ഇവിടെ നടക്കും, നടക്കാതെ പോകും എന്നുള്ളതിന് എല്ലാ സൂചനകളും അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഭഗവാന്റെ വാക്കുകളെ വേണ്ടവിധം ഉൾക്കൊള്ളാതെ എല്ലാത്തിനെയും നിസ്സാരമായി തള്ളിക്കൊണ്ടാണ് നമ്മളൊക്കെ ജീവിതം കഴിച്ചുകൂട്ടി പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ കുറിച്ച് സ്വാമി തൃപാദങ്ങൾ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. അയ്യോ, നമ്മളൊക്കെ ആ ഞാനും നിങ്ങളും ഒക്കെ ആ നിർവികാര രൂപത്തിൽ നിന്നാണ്. നമ്മൾക്കൊക്കെ എന്നാണ്? ഉണരണം, പൂജിക്കണം അല്ലെ. രാവിലെ എന്താണ് ശാപ്പാട്? രാവിലത്തത് ഉച്ചയ്ക്ക് വേണ്ട, ഉച്ചയ്ക്കുള്ളത് വൈകിട്ട് വേണ്ട. 3 നേരവും ഇടപ്പറ്റ് ബേക്കറികളിൽ നിന്ന് മേടിക്കണം. അങ്ങനെ ഇഷ്ടാന്ന ഭോജനം നടത്തണം, ഉറങ്ങണം, ഭുജിക്കണം, അശനം പുണരണം, വരും തലമുറയെ ഉത്പാദിപ്പിക്കണം. പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ, ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടേ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനുള്ള ഒരു മരുന്നും കൂടെ അടുത്ത്, ആത്മോപദേശ ശതകമൊക്കെ ആന്റിബയോട്ടിക് ആന്ന് പറഞ്ഞത്, അതിനുള്ള ഒരു മരുന്നും കൂടെ അടുത്ത മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉണരരുത്. ഉറങ്ങിയാലല്ലേ ഉണരാൻ പറ്റുള്ളൂ. ഉറങ്ങരുത്. ഉറങ്ങുന്നത് എന്താണ്? ആജ്ഞകയാണ്. ഉണരരുത്, ഉറങ്ങിടാതിരുന്നിടണം. എങ്ങനെ? അറിവായി. ഗുരുവിന് അറിവ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? അറിവ് ഈശ്വരനാണ്. ഗുരു അറിവെന്ന ഒരു കൃതി തന്നെ ലഭിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിൽ ധാരാളം വാക്കുകൾ അറിവെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഗുരുവിന് അറിവ് ഈശ്വരനാണ്. അറിവായി ഉണർന്നിടണം. നമുക്ക് ഈശ്വരനായി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? സ്വാമി തൃപാദങ്ങൾ തന്റെ ജീവിതത്തിലെ സകലതും, ഇടയ്ക്ക് മായാശക്തികളൊക്കെ ഗുരുവിനെ ബാധിച്ചിരുന്നു അല്ലെ. കാളിയമ്മയായിട്ടും പലതായിട്ടും ഒക്കെ, അതൊക്കെ ഓരോ മായാവൃത്തികളാണ്. നമ്മളൊക്കെ ഇന്ന് ആ മായാവൃത്തിക്ക് അടിമയാണ്. പക്ഷെ ഗുരുവിനെയും അടിമപ്പെടുത്താൻ മായാശക്തികൾ വന്നെങ്കിലും അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവിടുന്ന്
ആ ബ്രഹ്മചൈതന്യത്തിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നതിനായിട്ടാണ് തപം ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നത്. തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മചൈതന്യമായി ഈശ്വരനായി ഗുരുവായാണ് അവിടുന്ന് അരുവിപ്പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രവർത്തനം കർമ്മകാണ്ഡം ആരംഭിച്ചത്. അപ്പൊ നമുക്കൊക്കെ അറിവായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഉണരരുത്, ഉറങ്ങിടാതിരുന്നിടണം അറിവായി. അതിനിന്ന് അയോഗ്യൻ എന്നാൽ നമ്മളത് നിന്ന് അയോഗ്യരാണ്. യോഗ്യതയുണ്ടോ? പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. നമുക്കിപ്പം ആരെ നമ്മുടെ മൂർത്തിയായി നമുക്ക് നിർത്താം? പരമകാരുണികനായ ഭഗവാനെ തന്നെ നമ്മുടെ മൂർത്തിയായി നമ്മൾക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് ആ ചേവടികളെ ആശ്രയിക്കാം, ആ തൃപ്പാദത്തെ നമുക്ക് ആശ്രയിക്കാം. ആ പാദത്തോട് നമ്മളെ ചേർത്ത് പിടിക്കണമേ എന്ന് ഓരോ ദിനത്തിലും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരാം, ഉറങ്ങാം. എന്നെയും ചേർത്ത് പിടിക്കണേ. അവിടുന്ന് അനുഭവിച്ച ആത്മാനന്ദം ഞങ്ങൾക്കും നൽകണമേ. ഗുരു ആഗ്രഹിച്ചതാണ്. താൻ അനുഭവിച്ച ആത്മാനന്ദം തൻ്റെ തലമുറകളും തൻ്റെ ജനതയും തൻ്റെ രാജ്യവും തൻ്റെ ലോകവും എല്ലാം അനുഭവിക്കണമെന്നാണ് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ആയിത്തീരാം. കർമ്മകാണ്ഡത്തിലൂടെ നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് നമുക്ക് നേടിത്തന്നു. എങ്കിലും അവിടുത്തെ ജ്ഞാനകാണ്ഡവും അല്പം പരിശോധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ ഇവിടെ പര്യവസാനിപ്പിച്ചോളാം. ഈ കർമ്മകാണ്ഡത്തിലൂടെ നമുക്ക് എന്തെല്ലാം അവിടുന്ന് നേടിത്തന്നു അല്ലെ? ഈശ്വരപ്രതിഷ്ഠ, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, വിദ്യാഭ്യാസം സ്ഥാപിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വേളയിൽ തൃപാദങ്ങൾ അവിടെ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. ഇവിടെ ഒരു വിദ്യാർത്ഥി സമ്മേളനം, ചരിത്രം പഠിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സമ്മേളനമാണെന്ന് ശിവഗിരിയിൽ നടന്നത്. അതുപോലെ കലാകായിക മത്സരങ്ങൾ നടത്തണം. ആദ്യത്തെ കലാകായിക മത്സരങ്ങൾ നടത്തുന്നതും ശിവഗിരിയിൽ തന്നെയാണ്. ഇന്ന് ഈ കലാവേദികളിലൊക്കെ മത്സരങ്ങളിലൊക്കെ ഒന്നാമതായിക്കൊണ്ട് കുട്ടികളൊക്കെ ഇന്ന് ഏതെല്ലാം രീതിയിൽ അവരുടെ സമ്പന്നത വർദ്ധിപ്പിക്കുന്നു അല്ലെ? അതിനൊരു ഉദാഹരണമാണ് നിവേദിത. ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും നല്ല ഗായികയായി പേരെടുത്തു. എൻ്റെ വീടിനടുത്താണ് ആ കുട്ടിയുടെയും വീട്. നല്ല സമ്പന്നതയിലാണ് ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. അതുപോലെ സ്പോർട്സില് കഴിവുള്ള ആളുകൾ നേടി അവരൊക്കെ ഏതെല്ലാം ജോലികളില്, പോലീസിലും അങ്ങനെയുള്ള ഓരോ ജോലികളിൽ അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചും ആ കോട്ടായിലൊക്കെ കയറി നേടുന്നു. അപ്പം ഇതിനുള്ളൊക്കെ ഒരു മാതൃകകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത് മഹാഗുരുവാണ്. പറഞ്ഞാൽ തീരില്ല മഹാഗുരു ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ നമുക്ക് സ്ത്രീ സമാജം ഉണ്ടാക്കി തന്നു, സംഘടന ഉണ്ടാക്കി തന്നു. കർമ്മകാണ്ഡത്തിലൂടെ നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് നമുക്ക് നേടിത്തന്നു. ജ്ഞാനകാണ്ഡം അതും കൂടി നമുക്ക് അല്പം പരിശോധിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു കൊള്ളാം. ജ്ഞാനകാണ്ഡം എന്താണ്? ഭഗവാന്റെ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നതാണ് ഗുരുദേവ കൃതികൾ. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒന്നാണത്. ഒരു സത്യക്രിസ്ത്യാനി തന്റെ ബൈബിളിനെ എങ്ങനെ വിലമതിക്കുന്നുവോ അതുപോലെ നാം ചേർത്ത് പിടിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഭഗവാൻ അനുഭവിച്ചറിഞ്ഞ ആത്മസത്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നും വെറുതെയല്ല. താൻ എന്തനുഭവിച്ചോ അതാണ് ഇതിനകത്തുള്ളത്. അത് തൻ്റെ മക്കൾക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സ്വാമി തിരുപാദങ്ങൾ ഇത് നമുക്ക് എഴുതി തന്നത്. ആത്മോപദേശ ശതകത്തിന്റെ 65ാമത് മന്ത്രത്തില് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇന്ന് ന്യൂജൻ വിഭാഗത്തിന് ഒരു സംശയമുണ്ട്, ഗുരു ദൈവമാണോ എന്ന്. ചിലർ എന്നോട് പല കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ അവസാനം ഇറങ്ങുമ്പോൾ ബസ് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും, ചേച്ചി, ആന്റി, അമ്മ, ഗുരു ദൈവമാണോ? ഇങ്ങനെ ഇവിടെ ഈ മരുത്വാമലയിലൊക്കെ വന്ന് ചുമ്മാ ഇരുന്നല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാമുള്ള ഉത്തരം ഭഗവാൻ അവിടുത്തെ ഈ ജ്ഞാനകാണ്ഡത്തില് നമുക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ 65ാമത്തെ മന്ത്രം, ആത്മോപദേശ ശതകത്തിന്റെ 65ാമത് മന്ത്രം, ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങിൽ ഒരു മറവാൻ അറിവിൽ ഉണർന്നിതെല്ലാം അറിവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഇല്ലേ? ഭഗവാന്റെ ഒരു രോദനം പോലെ നമുക്ക് ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം എന്നാ ചോദിക്കുന്നത്. ഈ അരുമയായ അറിവിനെ ആരും അറിയുന്നില്ലല്ലോ എന്ന് ഭഗവാൻ ഒരു സങ്കടമുണ്ട്. ആ സങ്കടം നമ്മൾ മാറ്റിയെടുക്കണം അല്ലേ? ഇന്ന് ഇപ്പം ഇങ്ങനെയുള്ള ഈ സത്സംഗങ്ങൾ നടത്തിയും പ്രാർത്ഥനകൾ നടത്തിയും ഒക്കെ ഭഗവാന്റെ ആ ചോദ്യത്തിന് നമുക്കൊരു പൂർണ്ണത നൽകാം. ഒരു കുറി ഭഗവാൻ പറയുകയാണ്, ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല ഇവിടെ ഈ കേരളത്തിൽ നിന്നാണോ പറഞ്ഞേ?
ചെമ്പഴന്തിയിൽ നിന്നാണോ പറഞ്ഞത്? അല്ലെ മറിയപ്പള്ളിയിൽ നിന്നാണോ പറഞ്ഞത്? അല്ല, ഭാരതത്തിൽ നിന്നാണോ പറഞ്ഞത്? അല്ല, ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നാം അറിയാത്തത് ഒന്നുമില്ല. ഉരുമറവാൽ നാരായണൻ എന്ന ആ ഉരു ആയ ഒരു ദേഹത്തോടുകൂടി നാം ഇവിടെ അവതരിച്ചത് കൊണ്ട് നാം അറിയാത്തതൊന്നും ഇങ്ങിൽ ഒരു മറവാൽ അറിവിയിൽ ഉണർന്നിതെല്ലാം. ആ ഒരു മറയുള്ളത് കൊണ്ട് ഇതിനെ ആരും അത്ര അങ്ങോട്ട് വില കൽപ്പിക്കുന്നില്ല, അല്ലേ? എല്ലാം അറിയുന്നവൻ ആരാണ്? എല്ലാം അറിയുന്നവൻ ആരാണ്? ഈശ്വരനാണ്, സർവജ്ഞനാണ്. സർവജ്ഞത്വം ഈശ്വരന്റെ ലക്ഷണമാണ്. അപ്പം ഗുരു പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞവനാണെന്ന്. പക്ഷെ ഈ ഉരു ഉള്ളത് കൊണ്ട് ആർക്കും അങ്ങോട്ട് അത്ര പോരാ, അല്ലെ? അറിവ് അവരിൽ അതിരറ്റതാകയാൽ നമുക്കൊക്കെ അജ്ഞതയാകുന്ന അറിവാണ് നമ്മളെ എല്ലാം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഈ അരുമയായ അറിവിനെ അറിയുന്നില്ല. അപ്പോ വിചിത്രം, ഇത് വിചിത്രം തന്നെ എന്ന് മഹാഗുരു പറയുകയാണ്. അടുത്ത ഒരു മന്ത്രവും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇര മുതലായവയെന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റു നിൽപ്പതേകം അറിവ് നാം അത് തന്നെ മറ്റെല്ലാവരും അത് താൻ വടിവാർന്നു നിന്നിടുന്നു. മഹാഗുരു പറയുകയാണ് ഇര മുതലായവയെന്നും. ഇര എന്നതാ? ഇര മറ്റുള്ളവയ്ക്ക് ഭക്ഷ്യയോഗ്യമാകുന്നതാണ് ഇര, അല്ലെ? ഒരു സിംഹത്തിന് ഒരു ഇരയുണ്ട്, അതിനേക്കാൾ ശക്തി കുറഞ്ഞവയൊക്കെ, അല്ലെ? മനുഷ്യനും ഇരയാകും. ഇര മുതലായവയെന്നും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇരകൾ ഏതാ? നമ്മളിലുമുണ്ട് ഇരകള്. നമുക്കും വേണ്ടാത്തതിനെയൊക്കെ സ്വീകരിക്കാൻ നമ്മളിൽ ഇരയുണ്ട്. ആരാ പറയുന്നേ? എളുപ്പം പറഞ്ഞേ. നമ്മളിൽ ഇരകൾ ഏതാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മുടെ ഇര, അല്ലേ? അല്ലേ ടീച്ചറെ? ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിലും ഇരയുണ്ട്. കാണണ്ടെന്ന് വിചാരിക്കുന്നതിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എത്തിക്കൊത്തി നോക്കിയാണേലും നമ്മൾ കാണും. സ്റ്റൂളിട്ട് മതിലിന്റെ പൊക്കത്തിൽ കയറി നിന്നാണേലും നമ്മൾ കാണും, അല്ലേ? നല്ല ഫ്ലെക്സ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കും. സിനിമാ പോസ്റ്ററുകളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്നാ നോയമ്പാണേലും ചതയ നോയമ്പാണേലും നമ്മളത് നോക്കും, നോക്കത്തില്ലേ? ഇര മുതലായവയെന്നും ഇപ്രകാരം വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാതില് കേൾക്കണ്ടാത്തതൊക്കെ നമ്മൾ ടിവിയുടെ വോളിയം കുറച്ചിട്ടാണേലും സ്റ്റോപ്പ് ചെയ്തിട്ടാണേലും കേൾക്കും. അടുത്ത വീട്ടിൽ വഴക്ക് നടന്നാലും എവിടെ ഒച്ചപ്പാടുണ്ടായാലും ചെവി കൂർപ്പിക്കുമല്ലേ? ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ കൂർപ്പിക്കാത്തത്? വാ, ഇല്ല. എല്ലാരും ചിരിക്കുന്നുണ്ട്. അപ്പം എല്ലാരും ആസ്വദിക്കും. ഇരയുണ്ട് നമ്മളില്, അല്ലേ? മൂക്ക് നല്ല, നമുക്ക് നോയമ്പൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും ബീഫൊക്കെ തിളച്ച് മറിയുമ്പോൾ നല്ല മണം, അല്ലേ? ഉണ്ട പ്രതീതിയാ നമുക്ക്, അല്ലേ? വയറ് നിറഞ്ഞെന്ന് ചിലര് പറയും. ഓ, എനിക്ക് ഉണ്ട പോലെയായിരുന്നു പറയും, അല്ലേ? അപ്പം പിന്നെ നമ്മുടെ ത്വക്കും ഒരു ഇരയാണ്. വേണ്ടാത്ത സ്പർശമൊക്കെ ആണേലും ബസ്സിലൊക്കെ കയറി ചിലപ്പോൾ ചിലര് തോണ്ടുകയൊക്കെ ചെയ്താൽ ചിലർ അനങ്ങാതെ നിൽക്കും, ചിലര് പ്രതികരിക്കും. ഇങ്ങനെ എല്ലാം നമ്മളില് ഈ ഇരയുണ്ട്. ഇത് നമുക്ക് എന്താ തരുന്നേ? സുഖം മാത്രമാണോ തരുന്നേ? അല്ല, സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ഇരകള്. ഇതിങ്ങനെ വന്നും പോയും ഇരിക്കും. ഇര മുതലായവ എന്നും ഇപ്രകാരം. ഇത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കാഴ്ചകള്? അല്ല, നമ്മുടെ ഇതിനൊക്കെ കാഴ്ചക്ക് ശക്തി കുറയുന്നവരെയും ചെവിക്ക് കേൾവി കുറയുന്നവരെയും, അല്ലെ, മിണ്ടാൻ പറ്റാത്തവരെയും ഒക്കെ പറയേണ്ടാത്തൊക്കെ ചിലപ്പോ പിള്ളേരെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്റെ പൊന്നു തമ്പുരാനെ അറിയാതെ പറഞ്ഞ അങ്ങ് ചെവിച്ചേക്കണമെന്ന് പറയും. പക്ഷെ പിള്ളേർ ഇത് മുഴുവൻ കേട്ട് അവരത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പറയാം എപ്പോഴേലും അമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തോളാന്ന് മനസ്സിൽ ഓർത്തിട്ടേ അവര് പോയതുള്ളൂ. അപ്പൊ നമ്മുടെ നാക്കിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ആ ഒരു സമയത്ത് നമ്മളെ മായാവൃത്തി പിടികൂടിയിട്ട് അങ്ങ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അന്നേരം ഓർക്കും ചൂലും കെട്ടെങ്കിൽ ചൂലും കെട്ടെടുത്ത് തട്ടും. തട്ടി കഴിഞ്ഞിട്ട് ഓർക്കും എന്റെ ഭഗവാനെ വേണ്ടായിരുന്നു, ഞാൻ അറിയാതെ ചെയ്തെന്ന്. പക്ഷെ അവന്റെ ഉള്ളിൽ അതൊരു കലിപ്പായി കിടക്കുക. എപ്പോഴേലും ചിലപ്പോ ഒന്ന് അവൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒന്നത് എടുത്തിടും. അപ്പം ഇതിങ്ങനെ വന്നു പോയിരിക്കും. ഈ അടി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ദുഃഖിക്കും. അതാ പറഞ്ഞേ ഇര മുതലായവയെന്നും ഇപ്രകാരം വരും ഇനിയും വരവറ്റ് നിൽപ്പത്. പോക്കുവരവില്ലാതെ ഇങ്ങനെ ഏകമായി നിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ ആരുമല്ല പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞു? മഹാഗുരു പറയുകയാണ് അറിവ്. അത് നാം അത് തന്നെ. ഗുരു പറയുകയാണ് നാം അറിവ് തന്നെയാണ്, നാം ഈശ്വരൻ തന്നെയാണ്. മറ്റെല്ലാവരും ഞാനും നിങ്ങളും ഈ കാണുന്ന സകല ജീവനുള്ളതും എന്നിൽ നിന്നും വടിവാർന്ന്
നിന്നിടുന്നു, എന്റെ അംശങ്ങളാണ്. നമുക്കങ്ങനെ പറയാൻ സാധിക്കുവോ? എനിക്കങ്ങനെ പറയാൻ സാധിക്കുവോ? ഞാൻ ഈശ്വരൻ തന്നെയാണ്, എന്റെ അംശമാണ് നിങ്ങൾ എല്ലാവരും, എനിക്ക് പറയാൻ സാധിക്കുവോ? സർവജ്ഞനായി തീർന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. മഹാഗുരു പറയുകയാണ്, നാം അറിവ് തന്നെയാണ് മറ്റെല്ലാവരും, അത് താൻ വടിവാർന്ന് നിന്നിടുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സകല ചരാചരങ്ങളിലും തന്റെ അപ്പുറത്തിരിക്കുന്നവരിലും ഇപ്പുറത്തിരിക്കുന്നവരിലും സകലിലും നിൽക്കുന്നത് ഒരേ ആത്മചൈതന്യമാണെന്ന ആ ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തു നിൽപ്പോൾ അനുജനെ നോക്കാൻ നമുക്ക് കക്ഷികൾ ഉണ്ടാവണം. അവന്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അവന്റെ ദുഃഖങ്ങളിൽ കണ്ട് സന്തോഷിക്കുക മാത്രമാണോ നമ്മൾ ചെയ്യേണ്ടത്? അവന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയും അവന്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യണം. ഞാനും നിങ്ങളിലും ഒക്കെ, എന്നിലും നിങ്ങളിലും ഒക്കെയുള്ളത് ഒരേ ആത്മചൈതന്യമാണെന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ. കളി നാടകത്തിന്റെ അവസാന ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിർത്തിക്കോളാം. കളി പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന നടനത്തെ കുറിച്ച്, ഈ നാടകത്തിലെ ഈ ജീവിതം ഒരു നാടകമാണ്. എന്തെല്ലാം വേഷങ്ങൾ കെട്ടി നമ്മൾ അഭിനയിക്കണം അല്ലെ? ആ ജീവിതമാകുന്ന ഈ സാഗരത്തിന്റെ മറുകര നമ്മൾക്ക് എത്തണ്ടേ? അതോ വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ നമുക്ക് ജീവിക്കണോ? എല്ലാവരും പറയും എനിക്ക് മോശം വേണമെന്ന്. അടുത്ത ജന്മത്തിലും എനിക്ക് ഈ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ തന്നെ ഇനിയാടെ ഭാര്യയായിട്ട് തന്നെ വന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. മോശം വേണമെന്നും പറയും. മോശം കിട്ടിയാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരണോ? വേണ്ട. പക്ഷെ ഏതൊരു ആത്യന്തിക ജീവന്റെയും ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം എന്നത് തന്നെയാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ കണ്ട പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത്. മഹാഗുരു പ്രകൃതിയോട്, കാളിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗുരു പ്രാർത്ഥിക്കുന്നത് തന്നെ ഗുരുവിന് കിട്ടേണ്ട ആ ആനന്ദം. പക്ഷെ മഹാഗുരു ആഗ്രഹിക്കുന്നത്, ഗുരു ആഗ്രഹിച്ച ആനന്ദം ആർക്കും ഉണ്ടാവണം, നമുക്കും ഉണ്ടാവണം. അപ്പം നമുക്ക് ആരോട് പ്രാർത്ഥിക്കാം? ഗുരുവിനോട് പ്രാർത്ഥിക്കാം. കളി നാടകത്തിന്റെ അവസാനം പറയുന്നുണ്ട്, നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്കക്കരയ്ക്കേറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. കാരുണ്യരാശേ എന്ന് ഗുരു കാരുണ്യത്തിന്റെ നിറകുടമാണ്. ഗുരുവിലെ കാരുണ്യത്തെ അടുത്തെറിഞ്ഞ കുമാര മഹാകവി ഗുരുപാദ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തന്നു, മാതാവെ പോൽ മനസ്സിൽ കരുണ. ആ കരുണ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് കുമാരമഹാകവി അങ്ങനെ പാടിയത്. ഒരു അമ്മയ്ക്ക് തൻ്റെ മക്കളോട് എപ്പോഴും കാരുണ്യമാണ് അല്ലേ? നമുക്ക് എപ്പോഴും അവരെ നമ്മൾ അവരുടെ എല്ലാത്തിലും നമ്മൾ കൂടെ നിൽക്കും അല്ലെ? തെറ്റ് ചെയ്താലും കൂടെ നമ്മളൊരു ചെറിയ സപ്പോർട്ട് അവർക്ക്, അച്ഛൻ വഴക്ക് പറയുമ്പോഴും പിന്നിൽ നിന്നുകൊണ്ട് ഒരു സപ്പോർട്ട് നമ്മൾ അവർക്ക്, എന്ന് വെച്ചാൽ ആ ഒരു കാരുണ്യം. അതുപോലെയാണ് മഹാഗുരു നമ്മളോട്, കുമാരവിനോടൊക്കെ അത്ര കാരുണ്യം അവർ അനുഭവിച്ചറിഞ്ഞു. നമുക്കും പ്രാർത്ഥിക്കാം, മഹാഗുരു നമ്മളോട് എപ്പോഴും ഒരു കാരുണ്യം, ഒരു മാതാവെ പോലൊരു നോട്ടം നമ്മളുടെ മേൽ എപ്പോഴും ഉണ്ടാകണം. ഞങ്ങൾക്ക് എല്ലാ കരുണയും എല്ലാ കടാക്ഷവും ഞങ്ങളെ ആ തൃപാദത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ നിറകടലായി ഞങ്ങളോടൊപ്പം ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൃപ്പദത്താരിണ കപ്പലല്ലാതെ ഒരു ആലംബനം, അവിടുത്തെ കാലിണകളാകുന്ന കപ്പൽ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. വേറെ ആരെങ്കിലും ആശ്രയമുണ്ടോ? ഉണ്ടോ? നമ്മുടെ പരാതികൾക്കും പരിവേദനകൾക്കും ഒക്കെ ആശ്രയം ആരാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രയമാകുമോ? ഒക്കെ താൽക്കാലികമായ ആശ്രയങ്ങൾ കിട്ടും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. എവിടെ ചെന്ന് പറഞ്ഞാലും താൽക്കാലികമായ നൈമിഷികമായ ആശ്വാസങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് നിത്യമായ ആശ്വാസമാണ്, ആനന്ദമാണ് വേണ്ടത്. അത് ആരിൽ നിന്നേ നമുക്ക് കിട്ടുകയുള്ളൂ? മഹാഗുരുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. തൃപ്പദത്താരിണ കപ്പലല്ലാതെ ഒരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. ഭഗവാനോട് നമുക്ക് അടുത്ത് വീണ്ടും പറയാം,
നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ പദാംഭോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടലാത്തേ നമസ്തേ നമസ്തേ. നനയ്ക്കുന്നതെല്ലാം, നനയ്ക്കുക എന്ന് പറഞ്ഞ എന്താണ്? വിചാരിക്കുന്നതെല്ലാം, നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണ തേൻ കടാക്ഷം ലഭിപ്പാൻ. തേൻ അതിമധുരമാണ് അല്ലെ? അവിടുന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എന്നും പറഞ്ഞ് വേണ്ടാത്തതെല്ലാം ആഗ്രഹിച്ചാൽ അവിടുന്ന് തരുവോ? ഇല്ല. നമ്മുടെ ധാർമ്മികമായ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ ധർമ്മോപദേശങ്ങളിൽ നിന്നുകൊണ്ട് നാം ചോദിക്കുന്ന ധാർമ്മികമായ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിത്തരുന്ന ഭഗവാന്റെ ആ കടാക്ഷം, എങ്ങനെയുള്ള കടാക്ഷം? തേൻ പോലെയുള്ള കടാക്ഷം ലഭിപ്പാൻ അണഞ്ഞേ. ഞാൻ അണഞ്ഞിരിക്കുകയാണ് അവിടുത്തെ. നിങ്ങൾ എല്ലാവരും അണഞ്ഞിരിക്കുകയല്ലേ അവിടുത്തെ കടാക്ഷം ലഭിപ്പാൻ. പക്ഷേ ആ കടാക്ഷം ലഭിക്കണമെങ്കിലോ എന്തു വേണം? പദാംബോജ വൈമുഖ്യം എന്നിൽ പിണഞ്ഞിടലാത്തേ നമസ്തേ നമസ്തേ. ഇന്നിവിടെ ചതയ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ വഴിയെ നടന്ന് അങ്ങ് വീട്ടിലേക്ക് പോയി ഉച്ചയ്ക്ക് അവിടെ നല്ല ചോറും കറിയൊക്കെ ഉണ്ട്, ഞാൻ അത് കഴിച്ചോളാന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ ആ കടാക്ഷം ലഭിക്കുവോ? ഇല്ല. പിന്നെയോ തൃപ്പദ പദാംബോജ വൈമുഖ്യം, ആ പാദകമലങ്ങളെ, ആ പാദങ്ങളെ പൂജിക്കാനുള്ള അല്ലെ വന്ദിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടാകണം. അവിടെ ഒരു വൈമുഖ്യം എന്നിൽ ഉണ്ടാകരുത്. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലാൻ ചില ദിവസങ്ങളിൽ വൈമുഖ്യം ഉണ്ടാകും. രാവിലെ എഴുന്നേറ്റാൽ ഒരു ഹൃദയെങ്കിലും ചൊല്ലാൻ വൈമുഖ്യം ഉണ്ടാകും. അതൊക്കെ എന്നിൽ ഉണ്ടാവരുതേ. നിത്യപ്രാർത്ഥന, പ്രാർത്ഥന ചൊല്ലാത്തവന് എങ്ങനെയുള്ള കഞ്ഞി കൊടുക്കണമെന്നാണ് ഗുരു പറഞ്ഞത്? ഉപ്പില്ലാത്ത കഞ്ഞി. നമുക്ക് ആ ഉപ്പില്ലാത്ത കഞ്ഞി വേണ്ട. നമുക്ക് ഭഗവാന്റെ ആ പാദകമലങ്ങളെ എന്നും പൂജിച്ചുകൊണ്ട് നല്ല സ്വാദേറിയ തേൻ മധുരമുള്ള കഞ്ഞി കുടിക്കാം അല്ലേ? ആ നോട്ടം മതി. ആ തേൻ കടാക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യോത്തരമായി തീരും. അതിന് പാദവൈമുഖ്യം നമ്മളിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നുമില്ലായ്മയിൽ ഭഗവാന്റെ അടുക്കൽ വന്ന് ശരണം പ്രാപിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് എല്ലാം തരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയാൽ പിന്നീടുള്ള എന്ത് ശാപത്തെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ദേവീദേവ ശാപങ്ങൾക്ക് പരിഹാരമുണ്ട്. വഴിപാടുകൾ നടത്തി നമുക്ക് അതിൽ നിന്നെല്ലാം മുക്തരാകുവാൻ സാധിക്കും. എന്നാൽ ഗുരുശാപത്തിന് മറികടക്കുവാൻ ഏതൊരു ശക്തിക്കും കഴിയുമോ? കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവണം. ഗുരുശാപത്തെ മറികടക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഗുരുവിൽ നിന്ന് നമുക്ക് ശാപമല്ല വേണ്ടത്, അവിടുത്തെ ആ തേൻ തുളുമ്പുന്ന നോട്ടമാണ് വേണ്ടത്. ആ തൃപ്പാദത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. അതിനെല്ലാമുള്ള ഒരു ജീവിതചര്യയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുവാൻ ആ പാദവൈമുഖ്യം ഒരിക്കലും നിങ്ങൾക്കോ ഉണ്ടാവരുത്, എനിക്കും ഉണ്ടാവരുതോ, നിങ്ങൾക്കും ഉണ്ടാവരുത്. ഗുരുവിന്റെ പാദങ്ങളിൽ എന്നും വീണ്ടും നമസ്കരിക്കുവാൻ നമുക്ക് കഴിയുമാറാകണം. പ്രസിദ്ധ നിരൂപകനായ സുകുമാർ അഴിക്കോടിന്റെ ഗുരുവിന്റെ ദുഃഖം എന്നൊരു പുസ്തകമുണ്ട്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുവിന് നാടുതോറും ക്ഷേത്രങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. മനസ്സിൽ ഗുരുവുണ്ടോ? ഒരു ചോദ്യമാണ് അല്ലേ? ഇവിടെ ഉത്സവങ്ങൾ നടത്താറുണ്ട്, എല്ലായിടത്തും നടത്താറുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഗുരുപ്രതിമകൾ കാണാറുണ്ട്. കലണ്ടറിൽ അവധി ദിവസങ്ങൾ ഒക്കെയുണ്ട്. പക്ഷെ മനസ്സിൽ ഗുരുവുണ്ടോ? ഇന്ന് ഈ പൊൻദിനത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ മഹാഗുരുവിനെ പ്രതിഷ്ഠിക്കുവാൻ കഴിയുമാറാകണം. അതിനെ ദിവസവും നമുക്ക് പോളിഷ് ചെയ്യുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവനവന്റെ ബുദ്ധിയിൽ ഗുരുവിനെ അറിയുക, ഹൃദയം കൊണ്ട് ആരാധിക്കുക, ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായ ഗുരുവിനെ നിത്യം വണങ്ങുക. നമ്മുടെയൊക്കെ ജീവിതം നിത്യാനന്ദമായി തീരുവാൻ, മാനവ ജീവിതം എന്നും പൊന്നോണമായി കാണുവാൻ ആഗ്രഹിച്ച ആ മഹാഗുരുവിന്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും ആ വിധികൽപിതമാക്കേണ്ട വാക്യങ്ങളെയും ഒക്കെ നമുക്കും അനുസന്ധാനം ചെയ്യുവാൻ കഴിയുമാറാകട്ടെ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകളെ
ഇതിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിച്ചു കൊള്ളണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളല്ല, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എല്ലാം നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഈ വാക്കുകളെ എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ കാണിക്കയായി സമർപ്പിക്കുന്നു. ഓം സകലാവവത് സഹനോ ഭുനക്ത് സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.